ഹായ് മക്കളെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് കമന്റ്സ് വന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. സോ സ്ട്രെയിറ്റ് ലൈൻ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രെയിറ്റ് ലൈന് ഒരുപാട് ഡിവിഷൻ ഉണ്ട്, ഒരുപാട് ലെങ്തി ചാപ്റ്റർ ആണ്. നമുക്കറിയാം വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ്. സോ ലെങ്തി ചാപ്റ്റർ ആണ്. പക്ഷേ ഇത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് കേട്ടാ. നമ്മളിവിടെ ഒരുപാട് ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് പഠിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെറുതായിട്ട് ഡിഫിക്കൽട്ട് ആവും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് ഇതിന്. ആ ടെക്നിക്കിലൂടെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ലൈഡുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 35 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 35ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിലുള്ളത്. ഒരു ലെങ്തി ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കമന്റ് രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മാത്സ് വീക്ക് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുന്നുള്ള ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഒന്നും സമയം കളയണ്ട, നമുക്ക് നേരെ സെക്ഷനിലോട്ട് പോകാം. ഡിസ്റ്റൻസ് ഫോർമുല അല്ലെ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ എന്താ സ്ട്രെയിറ്റ് ലൈൻ എന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആർക്കും അറിയേണ്ട ആവശ്യമില്ല, കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. ജനറലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ 2 പോയിന്റ് ഉണ്ടാവും. ജനറലി x1 y1 എന്നാണ് നമ്മൾ രേഖപ്പെടുത്തുക അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്ത് പറയടാ, x2 y2 അല്ലെ. സാധാരണ രീതിയിൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x y എന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിന് x1 y1 എന്നും രണ്ടാമത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, x2 y2 എന്ന് കൊടുക്കാം. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താണ് ഡിസ്റ്റൻസ് എന്ന. അപ്പോൾ ഞാനിത് എയും ഇത് ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചുമ്മാ നമുക്ക് പറയാം AB സമം AB. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചോളൂ. എന്താ എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. എന്താണ്, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ ഇതിങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഇത് കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക, കാരണം എല്ലാം സ്ക്വയർ ചെയ്താൽ പ്ലസ് ആ. സി ഇപ്പോൾ 1 - 2ന്റെ ആൻസർ -1 ആ അല്ലെ. ഇത് സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടുക, 1 ആ. അതേപോലെ ഇതിൻ്റെ ഉൾട്ട എന്താ, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആ. അപ്പോൾ ഔട്ട്പുട്ട് ഓൾവേസ് പോസിറ്റീവ് ആവുള്ളൂ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സൗണ്ട് പോയി എടുക്കാണ്, ഒച്ചപ്പാടും വേളൊന്നുമില്ല. സോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്ത ഓൾവേസ് എന്തേ വരുള്ളൂ, പോസിറ്റീവ് വരുള്ളൂ. അപ്പം നമ്മളുടെ ചോയ്സ് ആണ് ഏത് വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് ഫോർമുല ഇപ്പം നോട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ അത് നോട്ട് ചെയ്താൽ നമുക്ക് ജനറലി നമുക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഡിസ്റ്റൻസ് ഫോർമുല നോട്ട് ചെയ്തേ. സോ നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മൾ ഓരോ ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ പോകുന്നത്. ടോപ്പിക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാം. വളരെ ഈസിയാണ്. എൻഡ് വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്, പക്ഷേ കോൺസെപ്റ്റ് ഒക്കെ കണ്ണിങ് ആയിട്ട് പഠിക്കാമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത്. അതിനുള്ളിൽ കുറേ കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കാണാപാഠം പഠിച്ചു പോകാൻ ടെൻഷൻ അടിച്ച് പോകുന്നു വേണ്ട. സിംപ്ലി ചെറിയ കണക്ഷൻസുകൾ ഉണ്ട് കേട്ടോ. ട്രിക്കുകൾ പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. സോ ഫസ്റ്റ് കൺസിഡർ ദ പോയിന്റ് AB, ഫൈൻഡ് AB. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാനാണ്, വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് AB ആണ് കാണണം അല്ലേ. സോ റൂട്ട് ഓഫ് അല്ലെ, നമ്മൾ ഫോർമുല ഫസ്റ്റ് എഴുതാം, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. പിന്നെ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് മാർക്ക് ചെയ്യുക x1 y1, ഇതിനെ മാർക്ക് ചെയ്യുക x2 y2. സോ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താ ഫോർമുല, x2 - x1. So 3 - x1 6 all square plus y2 - y1, y2 -1 ആണ്, minus y1 2 all square. So root of 3 - 6 -3 all square plus -3 all square അല്ലേ. -1 -2 അല്ലേ. So 9 + 9. So what is the answer? Root 18. So root 18 ആണ് ഇവിടെ കിട്ടുക. root 18 നമുക്കൊന്ന് ചെറുതാക്കാം. പെർഫെക്റ്റ് റൂട്ട് ഒന്നല്ല, ഇത് നിർബന്ധമല്ല. ഇപ്പോൾ root 18 ചെറുതാക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുതാക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താ, 9 × 2 ആണ് എന്ത്, 9 × 2 ആണ് 18. സോ അത് സ്പ്ലിറ്റ് ചെയ്താൽ √9 √2. √9 എത്രയാടാ, 3. സോ ഫൈനൽ കീ എന്താണ്, 3 √2 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ പരമാവധി 3 √2 എന്ന് പറയുന്ന ആൻസറിലോട്ട് തന്നെ എന്ത് ചെയ്യുക, എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് കേട്ടോ. അതല്ല സാറേ എനിക്ക് ഇവിടെ വെച്ച് നിർത്തിയാൽ മാർക്ക് കിട്ടും, ഒബ്വിയസ്ലി മാർക്ക് കിട്ടും. ഇവിടെ വെച്ച് നിർത്തിയാലും മാർക്ക് കിട്ടും, കാരണം ഇതൊരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ വെച്ച് നിർത്തിയാലും വലിയ പ്രശ്നമൊന്നുമില്ല, മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ. പരമാവധി കണ്ട് എത്താൻ പറ്റാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി പോയിന്റ് ABC, ഫൈൻഡ് AB BC AC, ഷോ ദാറ്റ് ABC ഈസ് എ റൈറ്റ് ആംഗിൾഡ്. അപ്പോൾ നമുക്ക് എയും ബിയും സിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ABC എന്താണെന്ന് ഷോ ചെയ്യണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഷോ ചെയ്യണം എന്നുള്ളതാണ്.
സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, എ ബിയും ബി സിയും എ സിയും ഒക്കെ നിങ്ങൾ കാണും. സോ അത് നിങ്ങൾ കാണും, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരട്ടെ. സോ എ ബി നിങ്ങൾ വർക്ക് ചെയ്യില്ലേ, കാരണം ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ എയും ബിയും എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എ ബി കാണാം. അതുപോലെ ബി സി കാണൂലേ നിങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ എ സി കണ്ടുകൂടെ നിങ്ങൾക്ക്. ഓക്കെ, റൂട്ട് ഓഫ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്ഷൻ ഫോർമുലയാണ് കേട്ടോ. സെക്ഷൻ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ ഫോർമുല കേട്ടോ. എടാ സെക്ഷൻ ഫോർമുല നമ്മൾ പഠിക്കുന്ന ട്രിക്ക് ആയിട്ടാണ്, ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. സെക്ഷൻ ഫോർമുല പഠിക്കുന്ന നോക്കുക, എടാ 2 ടൈപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇതൊരു വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് പോയിന്റ് 0, 4, 2, 0 ഡിവൈഡിംഗ് ദ ലൈൻ സെഗ്മെന്റ് ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3, എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 3:2. ഇതാണ് എക്സാമിന് വരിക. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒരു ലൈനിൽ 2 പോയിന്റ് തരും നമുക്ക്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. അതായത് x1 y1 എന്ന് പറഞ്ഞിട്ടും ഇത് നമുക്ക് എന്ത് പറയും, x2 y2 എന്ന് പറഞ്ഞിട്ട് പോയിന്റ് തരും. എന്നിട്ട് നമ്മൾ ഈ ലൈന് മുറിക്കുന്ന റേഷ്യോ പറയും. അത് ഓൾറെഡി അവർ പറയും. ചിലപ്പോൾ എന്ത് ചെയ്യും, 1:2 മുറിക്കുന്നത് പറയും. 1:2 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി മനസ്സിലായി, ഇവിടെ ഒന്നാണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഇപ്പുറത്ത് വരും. അപ്പോൾ ആ റേഷ്യോ ഓൾറെഡി തരും. അത് ജനറലി നമ്മൾ പറയും m:n എന്നാണ്. ജനറലി നമുക്ക് തരുമ്പോൾ എങ്ങനെ തരിക, m:n ആണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇന്റേണലി വരുമ്പോൾ നമ്മൾ ഇന്റേണലി മാത്രം പഠിച്ചാൽ മതി, എക്സ്റ്റേണലിലേക്ക് പിന്നെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സോ ഇന്റേണലി വരുമ്പോൾ തറ ട്രിക്കിലാണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് മേളിൽ m+n ഇടുക, താഴെ m+n ഇടുക, കോമ മേളിലും m+n ഇടുക, താഴെ എന്ത് ചെയ്യുക, m+n ഇടുക. ഇത്രയേ ഉള്ളൂ. സോ ഫോർമുല എത്ര സിമ്പിളാണ് അല്ലേ, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം മേളിൽ m+n താഴെ m+n, മേളിൽ m+n താഴെ m+n, അത് ഇന്റേണലി ആണെങ്കിൽ അത് മൈനസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മേളിൽ m+n താഴെ m+n, പക്ഷേ സാർ ഇവിടെ m+n ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ അവിടെ ആരോ എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അതെ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, x2 കൊടുക്കുക, ഇവിടെ x1 കൊടുക്കുക. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എന്ത് കൊടുക്കണം, y2 y1 അല്ലേ. ഇത് x കോർഡിനേറ്റ് അല്ല, അതുകൊണ്ട് x2 x1 കൊടുക്കുക. ഇത് y കോർഡിനേറ്റ് അല്ല, അതുകൊണ്ട് y2 y1 കൊടുക്കുക. ഫോർമുല കഴിഞ്ഞു. അതിപ്പോൾ ഇന്റേണലി. അപ്പോൾ എക്സ്റ്റേണലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഉൾട്ട, പ്ലസ് കൊടുത്ത് എന്താക്കുക, മൈനസ് ആക്കുക. അപ്പോൾ സെയിം ഫോർമുല കോർഡിനേറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതാ പറഞ്ഞേ, m-n എഴുതാം, m-n എഴുതാം, കോമ m-n എഴുതാം, m-n. അപ്പോൾ നമ്മളിവിടെ എന്താ കൊടുക്കുക, x2 x1 അല്ലേ, വേറെ കളർ വേണം. x2 x1 ഇവിടെ എന്ത് കൊടുക്കടാ, y2 y1. അപ്പോൾ നമ്മൾ ഫോർമുല ഒക്കെ വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ ഫോർമുലയൊക്കെ അത്രയും സിമ്പിൾ ഫോർമുലാസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്റേണലി എക്സ്റ്റേണലി വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കേ. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് 0,4 and 2,0 ഡിവൈഡിംഗ് ലൈൻ സെഗ്മെന്റ് ഇന്റേണലി ഇൻ ദി റേഷ്യോ 2:3. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോർമുലയിലോട്ട് നേരെ എന്ത് ചെയ്യടാ, കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മാർക്ക് ചെയ്തോട്. നമുക്കറിയാം ഇതാണ് x1 y1, ഇത് നമുക്ക് എന്ത് കൊടുക്കടാ, x2 y2. ഓക്കെ, ഇന്റേണലി ഇൻ ദി റേഷ്യോ നമുക്ക് ആദ്യം ഒന്നാമത്തെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇതിന്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടല്ലേ, തിരിച്ചിട്ടായിട്ടുള്ളത് അവന്മാർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുവാണോ, 2 സെപ്പറേറ്റ് എന്തായാലും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് മൈനസ് തൂക്കിയിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇത് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ട്. സോ m:n ആണ് ജനറലി നമുക്ക് ക്വസ്റ്റ്യനിൽ വരില്ല. അത് ഓൾറെഡി എത്രയാണ്, 2:3 ആണ്. സോ x1 y1 x2 y2 ഓൾറെഡി ഉണ്ട്. നേരെ നമുക്ക് ഫോർമുലയിൽ തൂക്കിയിട്ട് കൊടുക്കാം. ഫോർമുല എഴുതിക്കോ, എല്ലാവരും ഫോർമുല എഴുതിക്കേ. ഫസ്റ്റ് ഇന്റേണലി, ഫുള്ള് വീഡിയോ കണ്ടോളൂ കേട്ടോ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലേ. സോ m+n ഡിവൈഡ് ബൈ m+n, കോമ m+n ഡിവൈഡ് ബൈ m+n. നമ്മളിവിടെ എന്ത് കൊടുക്കണ്ട, x2 x1. ഇവിടെ എന്ത് കൊടുക്കണ്ട, y കോർഡിനേറ്റ് അതുകൊണ്ട് y2 y1. സോ ആദ്യം ഇന്റേണലി ആയിട്ട് തീർക്കാം. ഓക്കെ, x1 y1 x2 y2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ കോർഡിനേറ്റ് ആയിട്ടാണ് എപ്പോഴും എഴുതേണ്ടത് കേട്ടോ. ആൻസർ കോർഡിനേറ്റ് ആയിട്ടാണ് ആൻസർ കിട്ടുക. സോ പറ m എത്ര, 2 അല്ലേ. അപ്പോൾ 2:3 ആണ് നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത്. ദാറ്റ് ഈസ് m:n, m 2 ആണ്. സോ എഴുതിക്കോ, 2 ഇൻറ്റു x2 എത്രയാണ്, x2 2 അല്ലേ, പ്ലസ് nx1 3 ഇൻറ്റു x1 0 ഓൾ ഡിവൈഡ് ബൈ m+n. അത് എപ്പോഴും 2+3 ആണ്, അത് ഇനി മാറ്റില്ല. മറ്റത് 2 - 3 ആവും, ഇവിടെ 2+3 ആവും, വേറെ ചേഞ്ച് ഒന്നുമില്ല. m ഇൻറ്റു y2, m എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു y2. ഇങ്ങനെ നോക്കിങ്ങനെ എഴുതണം, ചെറിയൊരു റിസ്ക് മാത്രമേ ഉണ്ട് അല്ലേ. n 3 ഇൻറ്റു കറക്റ്റ് അതിന് സ്ഥാനത്ത് വാല്യൂ കൊണ്ട് കൊടുക്കടാ, വേറെ ഒന്നും ചെയ്യണ്ട. m+n 2+3. അപ്പോൾ അഞ്ച് പരിപാടി സിമ്പിളാണ്. 4/5 കോമ 4 3 12 ബൈ 5. സോ ഫൈനൽ കീ കേട്ടോ, 4/5. ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം. 4/5 12/5 കറക്റ്റ് ആൻസറാണ്. ഓക്കെ,
സോ ഇതാണ് നമ്മൾ ഇന്റേണലി. ഇനി എക്സ്റ്റേണലി വരുമ്പോൾ നമ്മൾ ഇതന്നെ ക്വസ്റ്റ്യനിൽ ഇന്റേണലി എക്സ്റ്റേണലി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ റേഷ്യോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് നമ്മൾ എന്ത് കാണണം, ഇവിടെ എം എത്രയുടെ എം ഈക്വൽ ടു 3 ആണ്, എൻ ഈക്വൽ ടു 2 ആണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം, നിങ്ങൾ ഹോംവർക്ക് ചെയ്യും കേട്ടോ. സോ ഇതിന്റെ ഫൈനൽ കീ ഞാൻ ഇവിടെ അടിയിൽ കൊടുക്കാം. ചില ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യും കേട്ടോ. അപ്പോൾ 6,-8 കേട്ടോ. ഇതിന്റെ ഉത്തരം കിട്ടുക 6,-8 എന്നാണ് കേട്ടോ. അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നല്ല, ജസ്റ്റ് പഠിച്ചു വെക്കുക. നിങ്ങൾ പറയാതെ പോയെന്ന് ശരിയല്ല, അതുകൊണ്ടാണ്. സോ പഠിച്ചോട്ടെ, നിങ്ങൾ പറയാം, ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം, ഒന്നും സ്കിപ്പ് ചെയ്യണ്ട, കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം, ഹാപ്പി ആയിട്ട് പഠിക്കാം കേട്ടോ. സാർക്ക് ഭയങ്കര പ്രഷറിൽ സംസാരിക്കാൻ വയ്യ, സൗണ്ടൊക്കെ പോയി കിടക്കണം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കാണാന്നുള്ളതാണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആക്ച്വലി ഒരു ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ് തരും. നോക്ക് ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. അതൊക്കെ ടെക്നിക്കലി നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. കുറേ പേര് ഇതൊക്കെ ഫോർമുല ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ആർക്കും അതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുക? ഫോർമുല ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇല്ല. നമുക്ക് ടെക്നിക്കലി പഠിച്ചാൽ മതി. ടെക്നിക്കലി നമുക്ക് ഇതൊക്കെ ഫോർമുല പഠിക്കാം കേട്ടോ. എക്സാമിന് വരികയാണെങ്കിൽ ഇതത്രേ ഉള്ളൂ. നിങ്ങൾ എക്സാമുകളിൽ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് അറിയോ? ഇങ്ങനെ കൊടുക്കാം, x1 y1 എന്ന് കൊടുക്കാം. അപ്പോൾ ഒബ്വിയസ്ലി അടുത്താരാ x2 y2 കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? x3 y3. സോ വാട്ട് ഈസ് എ ഫോർമുല? ഏരിയ ഓഫ് ട്രയാങ്കിൾ A ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ A ഈക്വൽ ടു ഹാഫ് ഇൻറ്റു. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ പറയാം ഹാഫിൽ, അങ്ങനല്ലേ പറയാറ്? അപ്പോൾ ഹാഫ് ഇൻറ്റു, അതേപോലെ തന്നെ ഇവിടെ ഹാഫ് ഇൻറ്റു. ഇനി നിങ്ങൾ നോക്കി ഈ x1 എടുക്കുക. അപ്പോൾ x1 എന്ന് എഴുതാം, എന്നിട്ട് ബ്രാക്കറ്റ് ഇടാം. അപ്പോൾ ഈ x1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എടുക്കുക എന്താണ്? x2 എടുക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. x2 എടുക്കും, എന്നിട്ട് ബ്രാക്കറ്റ്. അടുത്ത് എന്തെടുക്കും? ഒബ്വിയസ്ലി x3. ഇതാണ് ഇതിൻ്റെ ഫോർമുല സെറ്റപ്പ്, മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ എന്താ? x1 ഒരു ഇൻറ്റു പ്ലസ് x2 ഇൻറ്റു x3 ഇൻറ്റു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ x1 എടുക്കുകയാണെങ്കിൽ നോക്കിട്ടോ, ഇതിൽ ചെയ്യേണ്ട മെത്തേഡ് x1 റോനെ കളയാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വരിഞ്ഞ് വൈകളാണ്, ഇതിൻ്റെ ഉള്ളിൽ വൈകളാണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ വൈകളാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് y2 y3, ഇപ്പോൾ താഴോട്ടല്ലേ പോകുന്നത്? ആദ്യം y2 y3. അപ്പോൾ നമ്മളെ ഫോർമുല എന്ത് വരും? y2 മൈനസ് y3. ഒബ്വിയസ്ലി x2 എടുക്കുമ്പോൾ x2ൻ്റെ റോ കളയാം. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എടുക്കരുത്, നമ്മളിത് അടിയിലോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത് അല്ലേ? x2 പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തിലെ y3 ആണ്. അപ്പോൾ y3 മൈനസ് പിന്നെ മുകളിൽ ആരാണ്? y1. അപ്പോൾ ഇത് കളയുമ്പോൾ പിന്നെ ഇത് ഉണ്ടാവില്ലല്ലോ, ഇവിടുത്തെ ഫ്രീ അല്ലേ? ഒബ്വിയസ്ലി x3 എടുക്കുമ്പോൾ എന്താവും? ഇത് കളയുമ്പോൾ പിന്നെ ആരുണ്ടാവുക? ഈ 2 വൈകളുണ്ടാവും. അപ്പോൾ എന്താ പറയുക? മുകളിൽ നിന്ന് താഴത്തോട്ട് കേട്ടോ, y1 മൈനസ് y2. അത് മാറാൻ പാടില്ല, അതുകൊണ്ട് തല തിരിഞ്ഞാൽ ഫോർമുല തെറ്റിപ്പോവും. ദാറ്റ് ഈസ് എ ഫോർമുല. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ബാക്ക് അടിച്ചൊന്നും കൂടെ കണ്ടാൽ മതി ഫോർമുല എന്താണെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെയും വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. സോ ക്വസ്റ്റ്യൻ വന്നു, ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ അല്ലേ, ബ്ലാ 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 വെർട്ടീസസ് തന്നിട്ടുണ്ട്. സോ വെർട്ടീസസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതിന്റെ മണ്ഡപം എഴുതി വെക്കാം. x1 y1, രണ്ടാമത്തെ എന്താടാ? x2 y2. ഇത് തെറ്റില്ലല്ലോ, x3 y3. സോ ഒബ്വിയസ്ലി നമ്മളെ ഫോർമുല എന്താ? അപ്പോൾ നമ്മൾ എങ്ങനെ ഫോർമുല കണ്ടെത്താം? x1 y1. എക്സാമിന് ഇതാണ് ചെയ്യുന്ന ട്രിക്ക്, അല്ലാണ്ട് കാണാതെ പഠിച്ചു പോകുന്നു വേണ്ട. ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് എങ്ങനെ ഓർത്തിരിക്കുക എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് x1 റോ കളയാം. അപ്പോൾ എന്താ കിട്ടുക? y2 y3 അല്ലേ? അപ്പോൾ x1 എഴുതാം, എന്ത് വരും? y2 മൈനസ് y3 പ്ലസ് അടുത്തത് x2 കാണാം, x2 വൈകൾ ആരാ പറ? y3 മൈനസ് y1 പ്ലസ് അടുത്ത ആരാ? x3യുടെ ആരാണ്? y അല്ലേ? x3യുടെ റോ കളഞ്ഞ y1 മൈനസ് y2. ഫോർമുലയായി. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനപ്പോൾ ആർക്കും അറിയാത്ത. ഓക്കെ, x1 എത്ര? 4. ഇനി നിങ്ങൾക്ക് ചില ആളുകൾക്ക് വേറെ ഐഡിയ ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണല്ലോ ട്രിക്ക്, ഇതാണല്ലോ ആശയം. ഇനി വേണമെങ്കിൽ നമ്പറോട് എഴുതി വെച്ചാൽ നേടാ. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ സിമ്പിളാണ്, നിങ്ങൾക്ക് വേഗം എക്സാം ഫിനിഷ് ചെയ്യാം. 4 4 3 മൈനസ് 2 മൈനസ് 3 16. ഇനി ഇതേ ആശയം തന്നെ ഇവിടെ നടപ്പാക്കിയാൽ മതി. നേരെ 4 എന്ന് എഴുതുക അല്ലേ, 4 റോ അങ്ങനെ തട്ടിക്കൊടുക്കുക. പിന്നെ എന്താ? -2 -16. ഇതൊരിക്കലും തെറ്റൂലല്ലോ, എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം. അടുത്തത് 3. ഞാൻ ഇതിലോട്ട് നോക്കിയേ വേണ്ട അല്ലേ. അപ്പോൾ ആര് വരും? 16 - 4. നമ്മൾ x1 x2 എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ റിസ്ക് എടുക്കുന്നത്? -3. കുറേ ആശയങ്ങളുണ്ട് മക്കളെ അല്ലേ. ഇത് രണ്ടും വരും 4 മൈനസ് -2, കാരണം ഫോർമുലയിൽ മൈനസ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. 4 - -2. അല്ലാണ്ട് ഇതിമ പോയിട്ട് x1 y1 x2 y3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് അതൊക്കെ നിങ്ങളെ ഐഡിയ കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് വിട്ടു തരാം. അതൊക്കെ ഓരോരുത്തരുടെ റിസ്ക് അനുസരിച്ച് ചെയ്യാം. 4 × -2 മൈനസ് പറയാം -18 പ്ലസ് 3 × 16 പോയി കഴിഞ്ഞാൽ 12 -3 മൈനസ് പ്ലസ് 6. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തോ. ഇതൊക്കെ നിങ്ങൾ ബ്രാക്കറ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്തോ കേട്ടോ. സോ അതിൻ്റെ ആൻസർ വരിക -27 അല്ലേ. ഇപ്പം ഇങ്ങനെ വരും ഫൈനൽ ആൻസർ ഹാഫ് ഇൻറ്റു. ഞാൻ ആൻസർ എഴുതുന്നത്, ഫൈനൽ ആൻസർ എഴുതുന്നത് ഹാഫ് ഇൻറ്റു. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്തോ. കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ -1/2 × 27 40 54 കിട്ടും അല്ലേ. 54 കിട്ടും കേട്ടോ.
എടാ ഇവിടെ അങ്ങനെ -54 കിട്ടുക. സോ 2 -54 കട്ടാക്കി കഴിഞ്ഞാൽ -27 കിട്ടുക. എടാ മക്കളെ ഏരിയ ഓൾവേസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഓൾറെഡി ഒരു മോഡുലസ് ഉണ്ട്. അത് കൺഫ്യൂഷൻ ആവേണ്ട ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ അത് എഴുതണം എന്നില്ല. എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ഏരിയ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. 27 എന്താണ് വരിക? സ്ക്വയർ യൂണിറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യും കേട്ടോ, സിമ്പിളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ആണ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാം. അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒക്കെ വന്നിട്ട് അത്ര നിർബന്ധമൊന്നും പറയുന്നില്ല, പഠിച്ചു വെച്ച പ്രീവിയസ് ഇയർ ഉണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് വരുന്നുള്ളൂ. ഇവിടുന്നൊക്കെയാണ് കൂടുതൽ ഈ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ലോപ്പ് ഓഫ് ലൈൻ. ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാം. ശ്രദ്ധിച്ചോ, 2 രീതിയിൽ നമുക്ക് സ്ലോപ്പ് കാണാം. ഓക്കെ, ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ തരികയാണെങ്കിൽ കാണേണ്ടത് ടാൻ തീറ്റയാണ്. പഠിക്കാൻ വളരെ സീനില്ല. ആക്ച്വലി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ് കേട്ടോ. സ്ലോപ്പ് ഈക്വൽ ടു dy/dx ആണ്. ഓക്കെ, നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞില്ല, dy/dx. അപ്പോൾ ടാൻ തീറ്റ കാണുന്നതാണ് സ്ലോപ്പ് അല്ലെങ്കിൽ dy/dx. അപ്പോൾ ആക്ച്വലി ടാൻ തീറ്റ കാണാൻ എപ്പോഴാണ് നമുക്ക് ടാൻ തീറ്റ ഈസ് എ സ്ലോപ്പ്. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇത് എപ്പോഴാണ് നമുക്ക് ആംഗിളുകളാണ് തരുന്നതെങ്കിൽ നമ്മൾ ടാൻ തീറ്റ ഉപയോഗിച്ചും കൊണ്ടാണ് കാണുക. ഫോർ എക്സാമ്പിൾ 45 ഒരു ആംഗിൾ 45 ഡിഗ്രിയിലാണ്. വാട്ട് ഇസ് എ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ 45 എന്താണ്? 1 ആണ്, അല്ലെങ്കിൽ ടാൻ π/4 1 ആണ്. അപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കാം. അതൊക്കെ നോർമലി എപ്പോഴെങ്കിലും ചോദിക്കാറുള്ളൂ. അതല്ലാണ്ട് ചോദിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് വന്ന സ്ലോപ്പ് ആണെന്ന് എങ്ങനെയാ വെച്ചാൽ, അതായത് 2 പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള 2 പോയിന്റ് തന്നു. ഒരു x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് തന്നു, ഒരു പോയിന്റ് x2 y2 എന്ന് പറഞ്ഞ പോയിന്റ് തന്നു. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് സെയിം. അപ്പോൾ സ്ലോപ്പ് അല്ലെ ചെരിവ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 10ാം ക്ലാസ് എല്ലാവർക്കും അറിയാം സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ്. ആർക്കും അറിയാൻ പാടില്ല അല്ലേ? y2 - y1/x2 - x1. ഇത് ഓൾറെഡി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ ടെക്രേഷൻ്റെ ആവശ്യമില്ല, എനിക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. എടാ അപ്പോൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഹൂസ് ആംഗിൾ ഇൻ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ്. അതായത് ഡിഗ്രികൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഡിഗ്രികൾ ഓൾറെഡി ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ടാൻ തീറ്റ കണ്ടാൽ മതി. കേട്ടാ. അപ്പോൾ നിങ്ങൾ കാണാം ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ കാണാം, അതുപോലെ ടാൻ 45 കാണാം. ഇതൊക്കെ നമുക്ക് എന്താ ടേബിൾ വാല്യൂ ഉണ്ട്. ടാൻ 45 1, അതുപോലെ ടാൻ 150 എങ്ങനെ കാണാം? ടാൻ 150 നമുക്കറിയാം. ടാൻ 150 ഡിഗ്രി നമുക്ക് ഒറ്റടിക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലെ? ടാൻ 60 √3 കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് വാല്യൂ ആണ്. ടാൻ 60 √3 ആണ്, ടാൻ 45 1 ആണെന്നുള്ളതൊക്കെ. ഈ 45 എന്ന് പറഞ്ഞാൽ π/4 ആണ് പറയുന്നത് കേട്ടോ. ഇതിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ശ്രദ്ധിച്ചാൽ, മറ്റേ 2 ടേബിൾ വാല്യൂ ആണ്. ടാൻ 150 എങ്ങനെ കിട്ടുക മക്കളെ? ടാൻ 150 നിങ്ങൾ ആലോചിച്ച് നോക്കെ. 180 നിന്നും എത്ര കുറക്കുന്നതാ? 180 നിന്നും 50 ആവണം 40. 30 കുറച്ചാ പോരെ? 180 30 50 60 70 80 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മളിത് ട്രിഗ്നോമെട്രിയിലാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടാൻ π - x എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ടാൻ π - x. ടാൻ π - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ വരിക. ടാൻ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ടാൻ എന്താ? ഓൾ സിൽവർ അല്ലേ? ഓൾ സിൽവർ സൈൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് ടാൻ എക്സ് കിട്ടും. ടാൻ എക്സ്. ഇത് ഞാൻ ട്രിഗ്നോമെട്രിയിൽ പറഞ്ഞാൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. ടാൻ എക്സ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? ജനറലി ടാൻ എക്സ് ആണ്. ടാൻ π - x എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ആരാ അവിടെ? നിങ്ങൾ നോക്കിയാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ 30 ഡിഗ്രി കണ്ടാൽ മതി. മൈനസ് ഇടുക, ടാൻ 30 ഡിഗ്രി കാണാം. ടാൻ 30 ഡിഗ്രി 1/√3 ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ട്രിഗ്നോമെട്രിയിലുള്ള കണക്ഷനാണ്. ജസ്റ്റ് പറഞ്ഞു മാത്രം വന്നോളം എന്നില്ലടാ. ഇത്രയും മെയിൻ ക്വസ്റ്റ്യൻ ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞു പോകണം എല്ലാ ക്വസ്റ്റ്യൻസും കേട്ടോ. നെക്സ്റ്റ് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ. വളരെ സിമ്പിൾ ടോപ്പിക്സ്. ഇത് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ലോപ്പ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇത് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാടാ? x1 y1 എന്ന് കൊടുക്കാം, x2 y2 എന്ന് കൊടുക്കാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്താൽ മതി. സോ സ്ലോപ്പ് ഈക്വൽ ടു എം എന്നൊക്കെ വേണമെങ്കിൽ ലെറ്റർ കൊടുക്കട്ടെ. സ്ലോപ്പിന്റെ ലെറ്റർ ആണ് എം. നിർബന്ധമല്ല, സ്ലോപ്പ് എന്ന് എഴുതിയാൽ മതി. വാട്ട് ഈസ് എ ഫോർമുല? y2 - y1/x2 - x1. സോ y2 - y1 എത്രയാടാ? 4 y1 എത്രയാടാ? -2 x2 എത്രയാണ് മക്കളെ? -1 x1 എത്രയാടാ? 3 ആണ്. സോ മൈനസ് പ്ലസ് ആടാ. അപ്പോൾ എത്രയാടാ? 6/-4 വരും. 4 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? 3/-2. സോ 3/-2 ഓർ -3/2 ബോത്ത് ആർ സെയിം കേട്ടോ. -3/2 ആണ് എന്ത് വരുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ലേ? കുറച്ചൊക്കെ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വിട്ടുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വരുമ്പോൾ ഇങ്ങനെ വരും. 0/4 വരും. ന്യൂമറേറ്റർ 0 വന്നാൽ സൊല്യൂഷൻ ഈസ് 0.
ഓക്കെ, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ലടാ, ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ നിങ്ങൾ ചെയ്തു പോകും കേട്ടോ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരെ 6/0 എന്നാണ്. ഡിനോമിനേറ്റർ 0 വന്നാൽ നമ്മൾ എന്താ പറയുക, നോട്ട് ഡിഫൈൻഡ് എന്നാ പറയുക കേട്ടോ. ഡിനോമിനേറ്റർ വന്നാൽ നോട്ട് ഡിഫൈൻഡ്, ന്യൂമറേറ്റർ 0 വന്നാൽ കുഴപ്പമൊന്നുമില്ല, സൊല്യൂഷൻ എന്തായി മാറുന്നു മാത്രമേ ഉള്ളൂ, 0 എന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇട്ടുതരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്തൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരുന്നുള്ളൂ. അടുത്തത് ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനുണ്ടാ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ്. ഒരു ലൈൻ തന്നു, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ജോയിനിങ്. അതായത് ആക്ച്വലി ഇവിടെ രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത്. നോക്കിയൊക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എടാ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ജനറലി പഠിച്ചോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർപെൻഡിക്കുലർ? ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ. ഇതിപ്പോൾ ഒരു ലൈൻ ഇത് കണ്ട, അത് 90 ഡിഗ്രി, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ. എടാ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ലൈന് സ്ലോപ്പ് M1 ഉം രണ്ടാമത്തെ സ്ലോപ്പ് M2 ആണ്. ജനറലി നമ്മൾ എടുക്കുക M1 and M2. ഇവരുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്താ കൂടാ, ഇത് നമ്മൾ പഠിക്കേണ്ട ഫോർമുലയാണ്. M1 × M2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും -1. ഇത് കാണാതെ പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും. അതുകൊണ്ടാണ് M1 × M2 = നമ്മൾ എന്ത് പറയുന്നത്, -1 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സ്ലോപ്പുകൾ കാണാം. ഇപ്പോൾ ഒന്നാമത്തെ സ്ലോപ്പ് കാണാൻ റിസ്ക് ഇല്ല, കാരണം കൃത്യമായിട്ട് നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് നമ്പർ തരുമ്പോൾ നമുക്ക് എന്ത് റിസ്ക് ആണ്, നമ്മൾ സാധാരണ കാണുന്ന പോലെ x1 y1, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, x2 ഇട്ട് കൊടുക്കാം. സോ ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയുക, സ്ലോപ്പിന്റെ ഫോർമുല എഴുതിക്കോ. സ്ലോപ്പ് ഫോർമുല എഴുതി കഴിഞ്ഞാൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. സ്ലോപ്പിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ, എന്താണ് y2 - y1 / x2 - x1. എല്ലാവരും എഴുതിക്കോ. സോ നേരെ y2 - y1, വാട്ട് ഈസ് y2 അല്ലെ, 8 - y1 6 / x2 - x1 4 - -2. 8 - 6 2 കട്ടാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, 1/3 കേട്ടോ. സോ ഒന്നാമത്തെ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടിയാ, 1/3 കേട്ടോ. സാറ് ആൻസർ കീ ചെക്ക് ചെയ്യുക, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. സോ 1/3. സാർക്ക് ഇവിടുന്ന് എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ നമ്പർ കട്ടാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചില പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ സാർക്ക് നമ്പർ കട്ടായി പോകാറുണ്ട്. പക്ഷേ ഞാനിത് ഇനി ആൻസർക്ക് വെരിഫൈ ചെയ്തിട്ടാണ് വീഡിയോ ഇതാക്കുന്നത്. മീൻസ് ഒപ്പം തന്നെ വെരിഫൈ ചെയ്യുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ടെൻഷൻ വേണ്ട, തെറ്റാന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഇതുപോലെ ഇത് ഒന്നാമത്തേൻ്റെ ഇടാം, രണ്ടാമത്തേൻ്റെ സ്ലോപ്പും കൂടെ കാണണ്ടേ, സ്ലോപ്പ് M2 സ്ലോപ്പ് M2 എന്തെങ്കിലും പേര് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, x1 y1 കൊടുക്കും. ഇവിടെ കൃത്യമായിട്ട് ആൻസർ കിട്ടൂല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്രോക്സിമേറ്റ് എക്സിൽ ഒരു ആൻസർ കിട്ടും, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ ഇതേ സ്ലോപ്പിന്റെ ഫോർമുല y2 - y1 / x2 - x1 ബ്ലാ 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 സെയിം ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നു കേട്ടോ. സോ വാട്ട് ഈസ് y2 ഹിയർ, അല്ല 24 - y1 എത്രയാണ് 12 ഓൾ ഡിവൈഡ് ബൈ x2 എത്രയാണ് x ആണ്, മൈനസ് എത്ര x1 എത്ര 8 ആണ്. അപ്പോൾ 24 12 പോയാൽ 12 - x - 8. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, M2 കിട്ടുക. അപ്പോൾ രണ്ട് സ്ലോപ്പുകൾ കിട്ടി, ഒരെണ്ണം കൃത്യമായിട്ട് വാല്യൂ കിട്ടി, ഒന്നാമത്തിൽ x ഉള്ള വാല്യൂ കിട്ടി. ഈ x ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇവരുടെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടൂടാ, -1 കിട്ടും. സോ നേരെ ഇവിടോട്ട് വരിക, ഇവിടെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നേരെ M1 × M2 കൊടുക്കാം. 1/3 ഇൻറ്റു പറ 12/x - 8 = -1. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ നന്നായി ശ്രദ്ധിക്കുക, വലിയ ടഫ് ഒന്നുമില്ല സിംപ്ലിഫിക്കേഷൻ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടാളുണ്ട് അല്ലേ. ഈ ഡിവിഷൻ 3 നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെയല്ലേ എടുക്കുന്നത്, ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടാക്കിക്കോ, 3 ഉം 12 കട്ടാക്കിക്കോ, എളുപ്പമായി. അപ്പോൾ എത്ര കിട്ടും, 4 3 അല്ലേ, എളുപ്പത്തിൽ കിട്ടി. സോ -1. ഇനി x - 8 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഇത് രണ്ടാളുകളുണ്ട്, അപ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക, 4 ഇവിടെ നിർത്താം. ഈ ഓൾറെഡി അവിടെ -1 ഉണ്ട്, ഇവിടുന്ന് രണ്ടാൾ പോകുന്നതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. -1 × x -x, മൈനസ് × മൈനസ് എന്താ +8. x അല്ലേ വേണ്ടത്, -x അങ്ങോട്ട് കൊണ്ടുവരാം, അപ്പോൾ +x ആയി. അവിടെ ഓൾറെഡി 8 ഉണ്ട്, 4 അങ്ങോട്ട് പോയാൽ -4. x = എത്ര കിട്ടൂടാ, 4 ഈസ് ദ ഫൈനൽ കീ കേട്ടോ. ഞാൻ ആൻസർ ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. നോക്ക് സ്ക്രീൻഷോട്ട് ഉണ്ട്, ഒരു സ്ക്രീൻഷോട്ട് ചെയ്യും. സോ x = 4 ഇസ് എ കറക്റ്റ് ആൻസർ കേട്ടോ. ഞാൻ കീ അപ്പോൾ വെരിഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യും. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. എടാ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. എടാ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താടാ, ഇതിലൊരു ഫോർമുല നമുക്ക് പഠിക്കാണ്ടാ. അപ്പോൾ ഈ ഫോർമുല പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമുല അല്ലെ, ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ tan θ = കേട്ടോ, അത് വരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ മുന്നേ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മളെല്ലാം പഠിക്കാം. ഇവിടെ നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രേറ്റ് ലൈൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോമുകളൊക്കെ ആയിരിക്കും കൂടുതൽ വരിക എക്സാമിന് പ്രവചിക്കാം. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം ഒക്കെ ആയിരിക്കും കൂടുതൽ എക്സാമിന്, ഇപ്പോൾ ഈ വരുന്ന എക്സാമിന് വരാൻ സാധ്യത എന്നൊക്കെ പ്രവചിക്കാം. പക്ഷേ ഒബ്വിയസ്ലി അത് വന്നോളന്നില്ല.
കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്റർസെപ്റ്റ് ഫോം ആണ് ഈ വരുന്നത്, അത് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ബിഫോർ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിക്കോ, കാരണം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, ഒക്കെ ടെക്സ്റ്റിൽ പറയാം. കാരണം ഒരു ലെങ്തി നീട്ടി പിടിച്ച ചാപ്റ്ററാണ് നമ്മളെ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, പക്ഷേ ടഫ് ഇല്ല അത് പഠിക്കാൻ, നീട്ടി പിടിച്ച ചാപ്റ്റർ ആണെന്നുള്ളൂ, ടഫ് ഇല്ല, അതിലൊരു ടോപ്പിക്കും ടഫ് ഇല്ല, എല്ലാം സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫോർമുല നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ ഫോർമുലയാണ് ടാൻ തീറ്റ ഈക്വൽ ടു, ഫോർമുല പഠിച്ചോ, m2 മൈനസ് m1 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2 അവരുടെ പ്രൊഡക്റ്റ് സ്ലോപ്പിൻ്റെ, എന്നിട്ട് ഒരു മോഡുലസ്. ഈ മോഡുലസ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. എടാ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. വാട്ട് ഇസ് എ മീനിങ് സാർ? രണ്ട് ലൈനുകൾ തമ്മിലെ ആംഗിൾ, ഇതൊരു ലൈൻ ഇതൊരു ലൈൻ, ഇത് രണ്ട് ലൈൻ, ഇവിടെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് ടാൻ തീറ്റ കേട്ടാ. അപ്പം ഇതിനെ വലിയ തിയറി ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് എക്സാമിന് ഇത് മതി കേട്ടോ. നമ്മൾക്കൊരു എക്സാമിന് മാർക്ക് മേടിക്കാൻ ധാരാളം. സോ നേരെ ക്വസ്റ്റ്യൻ, if the angle between two lines is pi by 4, I think pi by 4, ഇവിടെ pi by 4 നൽകി കേട്ടോ, pi by 4, and slope of the one of the line is 1/2, find the slope of the other line. That is the question. എടാ അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, അതേ സ്റ്റേറ്റ്മെന്റ് നോക്കെ ക്വസ്റ്റ്യനിൽ ക്ലിയർ അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ആവാത്ത ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, ഇല്ല, ക്ലാരിറ്റി ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ ഫോർമുല? ഫോർമുല എന്താ പറഞ്ഞു? ടാൻ തീറ്റ ഈക്വൽ ടു m2 മൈനസ് m1 ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2, ദാറ്റ് ഈസ് എ ഫോർമുല. ഓക്കെ, ഈ ഫോർമുല ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചു, കുഴപ്പമില്ല. ഇനി ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ, ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ്, ആംഗിൾ എത്രയാണ്? തീറ്റ എത്ര തന്നിട്ടുണ്ട്? തീറ്റ എത്ര തന്നിട്ടുണ്ട്? പറ, pi by 4. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ വൺ ഓഫ് ദ ലൈൻ, സോ m1 ആണെന്ന് വിചാരിക്കാം. m1 എത്ര നമുക്ക് എന്തുണ്ട്? 1/2 ആണ് തന്നിട്ടുണ്ട്. സോ m2 അറിയില്ല, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദ അതർ ലൈൻ. m2 നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പം m2 അറിയില്ല, ജനറലി m കൊടുത്താണ്. എനിക്ക് m2 തന്നെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, വേണമെങ്കിൽ m2 എന്ന് പറഞ്ഞ് കീപ്പ് ചെയ്തിട്ട് m2 ഈക്വൽ ടു m2 എന്ന് പറഞ്ഞ് കീപ്പ് ചെയ്തിട്ട് പോകാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ സിംപ്ലി NCERT പറഞ്ഞ പോലെ m2നെ m കൊടുത്തു കേട്ടോ. ഇത് NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല. സോ ടാൻ തീറ്റ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ, വാട്ട് ഇസ് തീറ്റ ഹിയർ? ടാൻ pi by 4. എടാ ടാൻ pi by 4 വാല്യൂ 1 ആണ്. ഇതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ് പ്ലസ് ടുക്കൊക്കെ പോകുമ്പോൾ കേട്ടോ. സോ m2 മൈനസ് m1, വാട്ട് ഇസ് m2? m മൈനസ് m1 ഓൾറെഡി ഹാഫ്, ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു, വാട്ട് ഈസ് m1 ഹിയർ? ഹാഫ് ഇൻറ്റു m2 എന്താടാ? m1. ഇച്ചിരി മോഡ് ഉണ്ട്. ടാൻ pi by 4 1 ആടാ. സോ ഇവിടെ സിമ്പിൾ ആവും, m മൈനസ് ഹാഫ് ഡിവൈഡ് ബൈ 1 പ്ലസ് m1/2. ജസ്റ്റ് മേളിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. സോ 1 സമം എന്തുവരടാ? 2 ഇൻറ്റു m എന്തുവരടാ? 2m. ആ മോഡ് അവിടെ കിടന്നോട്ടോ, മോഡ് നമ്മൾ കളഞ്ഞിട്ടില്ല. 2m മൈനസ് 1 ബൈ അല്ലേ, 2 ഇൻറ്റു m 2m, സെൻട്രൽ ചിഹ്നം മൈനസ്, 1 ഇൻറ്റു 1 1, സോ 1 ഇൻറ്റു 2, അപ്പോഴല്ലേ ക്രോസ് മൾട്ടിപ്ലൈ കംപ്ലീറ്റ് ആവുക, ബൈ അതുപോലെ 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു m ബൈ 1 ഇൻറ്റു 2 അല്ലെ, 2 ക്യാൻസൽഡ്. സോ 1 ഈക്വൽ ടു എന്തുവരടാ? 2m മൈനസ് ബൈ 2m പ്ലസ് ആണ്. മോഡ് കഴിഞ്ഞിട്ടില്ല, മോഡ്. എടാ ഇതുവരെ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇതുവരെ കറക്റ്റ് ചെയ്യും. എടാ ഇനി സിമ്പിളാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് മോഡുലസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് എമ്മിന് 2 സൊല്യൂഷൻ വരും. അതെന്തുകൊണ്ടാണ് സാറ് രണ്ട് സൊല്യൂഷൻ എമ്മിന് വരാൻ കാരണം? എടാ ഇവിടെ ഈ മോഡ് വന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയില്ല, 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡുലസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് 2 എമ്മിന് പോസിബിലിറ്റി സൊല്യൂഷൻ വരുന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. സോ ഫസ്റ്റ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജനറലി 2 സൊല്യൂഷൻ ആണല്ലോ ഉള്ളത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 1 സമം എന്ത് ചെയ്യുക? മോഡുലസ് എടുത്ത് കളയാം. അപ്പോൾ 2m - 1/2 പ്ലസ് m. ഇതാണ് ഒരു മെത്തേഡ്. ഒരു m കിട്ടാനുള്ളത് ഒന്നുമില്ല, 2 കൂടെ അവിടെ നിന്ന് പൊളിച്ചളയാം, നേരെ അപ്ലൈ ചെയ്ത ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 2 + m ഇങ്ങോട്ട് വന്നാൽ എന്താ? 1 × 2 + m എന്തോടാ? 2 + m ആവും. സോ 2m - 1. വളരെ സിമ്പിളാണ് കേട്ടോ. സോ എമ്മിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ 2m ഉണ്ട്, നമുക്ക് എമ്മിന് ഒരു കാര്യം അങ്ങോട്ട് കൊണ്ടുപോകാം. m പറഞ്ഞാൽ -m അല്ലെ, ഇവിടെ 2 ഉണ്ട്, -1 ഇങ്ങോട്ട് വന്നാൽ +1. സോ 2m എന്നൊരു m പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? m. സോ ഒരു ആൻസർ m മക്കൾ എന്താ കിട്ടുക? ഒരു m ആൻസർ എന്താ കിട്ടൂടാ? 3 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ആണ്, ഒരു m 3 ആണ്. 3 = m അല്ലെങ്കിൽ m = 3. ഇനി രണ്ടാമത്തെ എങ്ങനെ കാണാം? വളരെ സിമ്പിൾ. രണ്ടാമത്തെ കാണാൻ ഒരു പ്രയാസമില്ല, ഇതേ ഇക്വേഷൻ തന്നെ എഴുതാം. 1 = 2m - മോഡുലസ് മാറ്റി കഴിഞ്ഞാൽ ഒരു ചാൻസ്. ഇതാണ് നേരത്തെ എഴുതിയത്. ഇവിടെ മോഡുലസ് മാറ്റുമ്പോൾ അല്ലേ, നമുക്കറിയാം മോഡുലസ് -2 എന്ന് പറഞ്ഞാലും 2 ആണ്, മോഡ് 2 എന്ന് പറഞ്ഞാലും 2 ആണ്. അപ്പോൾ പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇവിടെ ഇട്ട് കൊടുക്കണം, ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഇട്ട് കൊടുത്തില്ല, അത് വേണമെന്നില്ല, ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? -1 ഇൻറ്റു, അപ്പോൾ ബ്രാക്കറ്റ് വെക്കണം. സാർ ഇവിടെ നേരത്തെ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ കാരണം 1 × 2 + m എന്ന് പറഞ്ഞാൽ പ്ലെയിൻ 2 + m ആണ്. പക്ഷേ മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം, രണ്ടാളവിടെ ഇടണം കേട്ടോ. 2 ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ -2 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് -m ഈക്വൽ ടു 2m - 1. എമ്മുകളെ ഗ്രൂപ്പ് ചെയ്യാം. 2m -m അങ്ങോട്ട് പോയാൽ എന്താവും? +m ആവും. -2 ഇവിടെ ഉണ്ട്, -1 അങ്ങോട്ട് വന്നാൽ എന്താവും? +1 ആവും.
തെറ്റി. -2 ഉണ്ട്, -1 കൊണ്ട് വന്നാൽ എന്താവും? +1 ആവും. -2 + 1 -1 ആവും. 2m + 1m എത്രടാ? 3m ആണ് അല്ലേ? 3m ആണെങ്കിൽ പറടാ 3m = -1. സോ m = എത്ര വരൂടാ? -1/3. വെരിഫൈഡ് ആൻസർ ആണ് m = -1/3 കേട്ടോ. വെരിഫൈഡ് ആണ് ആൻസർ, ഞാൻ വെരിഫൈഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 എമ്മുകൾ കിട്ടി. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ കേട്ടോ. ഇവിടെ 2 സൊല്യൂഷൻ കാണാൻ നിർബന്ധമാണ്. ഓക്കെ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ എക്സാമിന് വന്നു പോയ ക്വസ്റ്റ്യൻസുകളാണ്. ഇതൊന്നും വന്നാൽ വലിയ കുഴപ്പമില്ലടാ. 2 എന്താ പറയുക, ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. ഒരു പോയിന്റ്സിലുള്ള അതൊരു ലൈനിലുള്ള 3 പോയിന്റുകളാണ് വന്നിട്ടുള്ളത്. 1 2 3. ഞാൻ ആ പോയിന്റ് ഇവിടെ തന്നെ കൊടുക്കാം. ഇതൊക്കെ എക്സാമിന് വരും, പക്ഷെ ഇതൊക്കെ സിമ്പിളാണ്. 0 1 4 7 4 7 കറക്റ്റ്. എടാ നമ്മൾ എന്ത് ചെയ്യാച്ചാ, ഇത് ABC ആയിട്ട് എടുത്തു 3 പോയിന്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ 2 പോയിന്റുകളുടെ സ്ലോപ്പ് കാണാം. നിങ്ങൾ കണ്ടോ, ഈ 2 പോയിന്റുകളുടെ സ്ലോപ്പ് കാണാം. അതായത് എയും ബി ഡി സ്ലോപ്പ് കാണാം. ഞാൻ നിങ്ങൾക്ക് വിട്ടെന്ന് ഹോംവർക്ക്, നിങ്ങൾക്കുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. സ്ലോപ്പിന്റെ ഫോർമുല എന്താ? y2 - y1/x2 - x1. നിങ്ങൾ കണ്ടോ, ഈ എ ബിയുടെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് x1 y1, ഇത് നിങ്ങൾ x1 y1 ആയിട്ട് എടുക്കാം. x1 y1 x2 y2 എടുക്കാം. y2 - y1/x2 - x1 കാണടാ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 3/2 കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നത് 3/2. അപ്പോൾ എ ബി കണ്ടു. അതേപോലെ എന്ത് കാണാം? നെക്സ്റ്റ് ബി സി കാണതാ, ഇവനെ കാണാം, ബിയും സിയും കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരാക്കണം? ഇത് x1 ഇത് y1 ആക്കണം, ഇത് എന്താക്കണം? x2 y2 ആക്കണം. എന്നിട്ട് ബി സി കാണാം. ബി സിന്റെ സ്ലോപ്പ് കണ്ടാലും നിങ്ങൾക്ക് എന്താ കിട്ടാം? ബി സിയുടെ സ്ലോപ്പും എന്ത് കിട്ടൂടാ? 3/2 കിട്ടും. ഓക്കെ, സോ ഫൈനൽ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഓഫ് എ ബി സമം സ്ലോപ്പ് ഓഫ് ബി സി. ദെർഫോർ എ ബി സി എന്ത് പറയാം? എന്തുകൊണ്ടാണ് എ ബി സി ഒരേ ലൈനിൽ? നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരേ ലൈനിലുള്ള 3 പോയിന്റ് ആണെങ്കിൽ ആദ്യത്തെ 2 പോയിന്റിന് ഒരു സ്ലോപ്പ് കിട്ടി, ഒരു ചെരിവ് കിട്ടി. അതേപോലെ രണ്ടാമത്തെ പോയിന്റിന് സെയിം ചെരിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ ഒരേ ലൈനിലുള്ള പോയിന്റ് ആണെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ലോജിക്ക് കേട്ടോ. അതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തു കേട്ടോ. മെയിൻ സാധനത്തിലോട്ട് വരാം. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ പോയിന്റ് x - ഇത് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഇതൊരു സോൾവിങ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തുതരാം. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ പോയിന്റ്, 3 പോയിന്റ് ഇത് കൊളീനിയർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. നമുക്ക് സുഖമാണ്, 2 സ്ലോപ്പുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഓൾറെഡി കൊളീനിയർ ആണെന്ന് പറഞ്ഞു പോയി, അത് നമ്മളുടെ ഭാഗ്യം അല്ലേ. സോ പോയിന്റുകൾ നമുക്ക് നോട്ട് ചെയ്യാം. x - 1, അതുപോലെ 2 1 4 5. സോ സ്ലോപ്പ് കാണുന്നു. അതായത് നമുക്ക് ഇവർ രണ്ടായിട്ട് നമുക്ക് സ്ലോപ്പ് കാണാം. ജസ്റ്റ് പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, എ ബി സി. അങ്ങനെ റൂളൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി പറ. സ്ലോപ്പ് ഓഫ് എ ബി നമുക്ക് വേണമെങ്കിൽ m1 എന്നോ വേണ്ട, ജസ്റ്റ് സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ അത്രയും മതി. y2 - y1 സെയിം ഫോർമുല, y2 - y1/x2 - x1. വാട്ട് ഈസ് ദ ഫോർമുല? സോ x1 y1 x2 y2. സോ ഫോർമുല അപ്ലൈ ഇടാം. y2 - y1 1 - -1/x2 - x1 2 - x. സോ ഇത്ര ഇടാം, മൈനസ് പ്ലസ് 2/2 - x. 2/2 - x. ഫസ്റ്റ് ആൻസർ എന്ത് ഇടാം? 2/2 - കറക്റ്റാണ് കേട്ടോ. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ കേസ് കാണാം. ഇതേപോലെ രണ്ടാമത്തെ കേസാണ്, അവരുടെ സ്ലോപ്പ് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x1 y1 എന്നാക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് x1 y1, ഇത് എന്താക്കണം? x2 y2 ആക്കണം. അപ്പോൾ നിങ്ങൾ ആൻസർ പറ. സ്ലോപ്പ് ഓഫ് ബി സി പറ. സോ സെയിം ഫോർമുല, y2 - y1/x2 - x1. y2 എന്താ? 5 മൈനസ് y1 എന്താ? 5 മൈനസ് y1 1 ഓൾ ഡിവൈഡ് ബൈ x2 - x1 4 മൈനസ് x2 - x1 4 - 2 5 - 4 എത്ര? 4 4 - 2 2 കട്ടാക്കി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 2. 4 എത്ര? 2 ഉണ്ട് 2 ഉണ്ട്. സോ ഇവർ രണ്ടാളും നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? പറയാം. എന്താ കാരണം? ഇത് ഈക്വൽ ആണെന്ന് പറയാം. കാരണം എന്താ? ഇവർ രണ്ടാളുടെ സ്ലോപ്പുകൾ എന്താണ്? ഈക്വൽ ആണ്. കാരണം കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 2/2 - x സമയം എത്ര വരും? 2 വരും. സോ 2 ഇവിടെ ഇനി ഡിവിഷൻ 2 അങ്ങോട്ട് 2 - x അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 2 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 2 ഇവിടെ രണ്ടാൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം. ഓക്കെ, സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 2 2 4 2x കിട്ടും. ഓൾറെഡി ഇവിടെ ഇട്ടു. ഇതൊക്കെ സാധാരണ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ -2x ഇങ്ങോട്ട് കൊടുന്നാൽ +2x ഓൾറെഡി 4 2 അങ്ങോട്ട് പോയാൽ -2 അല്ലേ. അപ്പോൾ 2x = എത്ര? 2 കിട്ടും. സോ ഫൈനലി x = എന്ത് കിട്ടൂടാ? 2/2 1. എന്താ സാർ എങ്ങനെ കിട്ടി? ഈ 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡിവിഷൻ 2 ആവും. സോ 2/2 എത്ര കിട്ടൂടാ? 1 കിട്ടും. ഇതൊക്കെ എക്സാമിന് ചോദിക്കട്ടോ, അതൊക്കെ ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത് ഇവിടെയാണ് ഇനി നമ്മൾ കുറേ പേര് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെയാണ് സ്കൂളിൽ നിന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ വന്നു തുടങ്ങുന്നത്. ഇവിടുന്നാണ്. അതായത് വേരിയസ് ഫോം സം ഈസി വൺ ബൈ ഹാർട്ട്. ഇവിടെ നിന്ന് ഈ ബൈ ഹാർട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ.
ഇനി ഇങ്ങോട്ട് അധികം ബൈ ഹാർട്ടിങ് ഒന്നുമില്ല, സിമ്പിൾ ട്രിക്കുകൾ മാത്രമേ ഉള്ളൂ. ലോജിക്ക് ഒന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ടെൻഷനില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യാം. കാരണം ഇവിടുന്ന് ഞാൻ അങ്ങോട്ടുള്ള ആൻസറൊക്കെ ഒരു 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ആൻസറുകളാണ്. 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇനി പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈസിയാണ് ആക്ച്വലി സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വേരിയസ് ഫോംസ് ഓഫ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. വേരിയസ് ഫോംസ്, എല്ലാ ഫോംസും ഞാൻ അവിടെ പറയുന്നുണ്ട്, നോക്കിക്കോ കേട്ടാ. എടാ ഫസ്റ്റ് നോക്കടാ. എടാ നെക്സ്റ്റ് നോക്കുക, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈന് ഇക്വേഷൻ അല്ലെ, അതായത് ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കൽ. ഇത് നിങ്ങൾ കാണുമ്പോൾ പേടിക്കുന്നുണ്ട്, ഞാൻ വലുതാക്കി ഇട്ടതാണ്, സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ വലുതായി പോയതാണ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ, ഇക്വേഷൻ ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ. എടാ ആക്ച്വലി ഇത് നിങ്ങൾ ഇതിൽ നിന്ന് ഇതൊന്നും എഴുതിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും എഴുതേണ്ട മക്കളെ, ഇതൊക്കെ നേരെ ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതൊന്നും ആരും എഴുതണ്ട കേട്ടോ, ഞാൻ എപ്പോഴേ പറയാം, ഇതൊന്നും എഴുതിയെടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടെക്സ്റ്റിന് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിക്കാണ്. പക്ഷേ ഇത് ജനറലി ഇത്രയേ ഉള്ളൂ. നമുക്കൊരു 2D നിങ്ങൾക്ക് ഇത് മാത്രം മനസ്സിലായാൽ മതി, ഈ സെക്ഷനിൽ ഇത് മാത്രം മനസ്സിലായാൽ മതി. ഓക്കെ, ഇത് എന്തോ എഴുതിക്കോട്ടെ. ഒന്ന് ഹൊറിസോണ്ടൽ, ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഞാൻ വേറെ കളർ എടുത്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇത്, ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, എല്ലാവർക്കും അറിയാം. എക്സ് ആക്സിന് പാരലൽ എന്ന് പറഞ്ഞതാ, ഒരു കുട്ടിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി അടുത്ത ടോപ്പിക്കോ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. ഇത് എക്സ് ആക്സിസ്, അതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇത്രയും അറിയാം. ഇനി രണ്ടാമത്തെ ഒബ്വിയസ്ലി എന്താണ്, രണ്ടാമത്തെ ഈ കിടക്കുന്നത് എന്താ, വെർട്ടിക്കൽ ലൈൻ. അതായത് എക്സ് ആക്സിന്, അതായത് വൈ ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എക്സ് ആക്സിന് വെർട്ടിക്കൽ ആയിട്ട് വരച്ചാൽ എങ്ങനെ വരും, ഇതാണ് വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, അത് നമുക്ക് ഇനി പ്രോബ്ലത്തിൽ നോക്കാം. ഇതൊന്നും എഴുതണ്ട കേട്ടോ, ഞാൻ പറഞ്ഞത് ഒന്നും എഴുതണ്ട, അതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതൊന്നും ഇവിടെ എഴുതൊന്നും വേണ്ട, അത് ജസ്റ്റ് സ്കിപ്പ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കാം. അത് ക്വസ്റ്റ്യനിൽ പഠിച്ചാൽ മതി. എക്സാമുകളിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനെ കാണുള്ളൂ. നമ്മൾ ഹോർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമുക്കത് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ -5,5 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എടാ ഇവിടെ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ, ഇവിടെ നമ്മുടെ ടോപ്പിക് എന്താണെന്നറിയോ? ടോപ്പിക്ക് എന്ത് കാണാനാ? സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാനാ. സാറേ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ വാ. അപ്പോൾ ജനറലി ഇക്വേഷൻ പഠിച്ചോ. ജനറലി AX + BY + C = 0. ഇതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഫോർ എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ സ്ട്രേറ്റ് ലൈൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ 2x + 3y = 5. ഇതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. AX BY കോൺസ്റ്റന്റ്, അത് ഇപ്പുറത്തൂടെ അപ്പുറത്ത് കൊണ്ടാണ്. അപ്പുറത്തെ കോൺസ്റ്റന്റ് അങ്ങോട്ട് കൊണ്ടാൽ മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പോൾ ജനറലി ഞാൻ ഒരു നമ്പർ എഴുതുന്നു മാത്രം. എടാ ഇനി കുറേ പേര് ഡൗട്ട് ഉണ്ടോ സാറേ എപ്പോഴും എക്സും വൈയും വേണോ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ? നിർബന്ധമില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ എക്സ് മാത്രമാണെങ്കിൽ പാരലൽ ടു വൈ ആക്സിസും വൈ മാത്രമാണെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസും. അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വരണമെങ്കിൽ ഈ സ്ട്രേറ്റ് ലൈൻ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നറിയോ? ഇപ്പോൾ എക്സും വൈ ഒക്കെ ഉള്ള ഇങ്ങനത്തെ സ്ട്രേറ്റ് ലൈൻ നമ്മൾ ഗ്രാഫൊക്കെ വരക്കാനൊക്കെ ഉപയോഗിക്കില്ല. അതെ, ഗ്രാഫൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് +1 അറിയുന്നുണ്ടാവില്ല, കാരണം അതൊക്കെ ഇനി +2 വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്നും വേണ്ട. ഓക്കെ, എടാ ഇങ്ങനത്തെ എക്സും വൈ ഉള്ള ഗ്രാഫുകളാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? എക്സ് ആക്സിലും കട്ട് ചെയ്യും, വൈ ആക്സിലും കട്ട് ചെയ്യും. അത് എങ്ങനെ ലൈനാണെങ്കിലും കട്ട് ചെയ്യും. അതല്ല നമുക്ക് തരുന്നതിൽ എക്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് വൈക്ക് പാരലായിരിക്കും. ഇനിയിപ്പോൾ വൈ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സിന് പാരലായിരിക്കും. ഇങ്ങനെ പോകും. അപ്പം നിങ്ങൾ നോക്കി നോക്കെ, ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകത എന്താ? ഒരു പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? ഇത് അല്ല, ആക്സിസിൽ ഒരു പോയിന്റിലേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സ് മാത്രമായിട്ടുള്ളതുണ്ട്, വൈ മാത്രമായിട്ടുള്ളത്, എക്സും വൈ ഉള്ളത്. എക്സും വൈ ആണെങ്കിലും പ്രത്യേകത എന്താ? എക്സ് ആക്സിലും വൈ ആക്സിലും കട്ടാവും. എക്സ് മാത്രമാണെങ്കിൽ വൈയിൽ കൂടെ പാരലാവും. വൈ അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പം അത്രയൊന്നും വേണ്ട. ജനറലി ഇപ്പോൾ ഇതൊന്നും അറിയാം. ഓക്കെ, നിങ്ങളിതൊന്നും പേടിക്കേണ്ട, അതൊക്കെ മറന്നു കളഞ്ഞേക്കും, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇത്തരം സ്കില്ലൊന്നും വേണ്ട കേട്ടോ. അതാ പറഞ്ഞത്, ഇതൊക്കെ പ്രോബ്ലം ചെയ്യുക സിംഗിൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോജിക്ക് കത്തുക ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതാനുള്ള ട്രിക്ക് പഠിച്ചാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂടാ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ. എന്തായാലും ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ് കണ്ടത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടെത്തുക. മലയാളത്തിൽ അത് ആദ്യം മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ വരും 1-2 വട്ടം റീഡ് ചെയ്യുന്നത് നല്ലതാണ്. മറ്റുള്ള പ്രോബ്ലം പോലെയല്ല, ഈ ചാപ്റ്ററിൽ 1-2 വട്ടം റീഡ് ചെയ്യുക. അതിൻ്റെ മലയാളം തർജ്ജമ അപ്പുറത്തുണ്ടെങ്കിൽ അതൊന്ന് വായിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, കാരണം അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് കാണേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടെത്തുക എന്ന് അപ്പുറത്ത് മലയാളത്തിലുണ്ടെങ്കിൽ മലയാളം വായിക്കുക, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കത്തുന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ കേട്ടോ. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. പിന്നെ അവർ എന്തൊക്കെ തന്നോട്ടെ, ബ്ലാ ബ്ലാ തന്നോട്ടെ. പാസിംഗ് ത്രൂ -5,1 അല്ലെ, -5,7 ആണ് പാസ് ചെയ്യുന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആൻഡ് പാരലൽ ടു ദി എക്സ്, ഇവനാണ് പിടിക്കണ്ടേ. ഇവനുമ്മലാണ് ഇതിന്റെ ക്ലച്ച് എടുക്കുന്നത്, പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ നമുക്കൊരു 2D വരക്കാം. 2D ഒക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡമ്മി ആയിട്ട് വരച്ച് വെച്ചാൽ മതി കേട്ടോ. മൈനസ് പ്ലസ് ആകുന്ന നമ്പേഴ്സ് ഒന്നും എഴുതുന്നു വേണ്ട, ജസ്റ്റ് ഡമ്മി ആയിട്ട് ഒരു എക്സും വൈയും വരച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് വരക്കണേ, ഇത് ഡമ്മി ആയിട്ട് പറഞ്ഞാൽ ഒരു വൃത്തിയിൽ സ്കെയിൽ വെച്ചിട്ട് വരക്കുക, എക്സ് വൈ വരക്കുക. എന്നിട്ട് പറയുന്നത് ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് അറിയണേ. ഇപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, അതിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതിലൂടെ കട്ടാവണമെന്ന് നമുക്കറിയില്ല. ആ കട്ടാവുന്ന ഒരു നമുക്കൊരു ഇതിലുള്ള ഒരു പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. -5,7 എന്ന് പറയുന്നത്
നോക്കി ഫൈൻഡ് ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ -5,7. അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ. ഇത് ഇങ്ങനെ നിൽക്കുക, അങ്ങനെയൊക്കെ മേലേക്ക് പോകാം. എന്തായാലും പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്നുള്ള ഫിക്സ് ചെയ്യാം. പിന്നെ കട്ട് ചെയ്യുന്നത് -5,7. കൃത്യമായിട്ട് -5,7 എവിടെ? നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞാലേ എല്ലാവരും കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ 10ാം ക്ലാസ്സിൽ ഗംഭീരാക്കി തകർത്ത് കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ അത് സാർക്ക് അറിയാം. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ ആണ്. അപ്പോൾ എക്സിൽ -5 എന്ന് പറഞ്ഞാൽ അതാ അപ്രോക്സിമേറ്റ് ഇവിടെ സാറ് -5 അപ്രോക്സിമേറ്റ് കേട്ടോ. ഇതാണ് -5 വരിക അല്ലെ. -5,7 എന്ന് പറഞ്ഞാൽ സാറേ ഇവിടെ ആയിട്ടാവും വരുന്നുണ്ടാവാം. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ കുറച്ച് സാറെ പൊക്കണം വേണ്ട, നമുക്ക് ഇപ്പോൾ ഇതിലുള്ള പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മൾ 7 ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ആണ് എന്ത് -5,7. നമ്മളിത് ചുമ്മാ 7 ആണെന്ന് പറഞ്ഞു. ശരിക്കും സാർ 1, 2, 3 7 ഒന്നും ആവില്ലല്ലോ അങ്ങോട്ട് അല്ലേ. പക്ഷെ നമ്മൾ 1, 2, 3, 4, 5, 6 അപ്പോൾ ഇത് 7 ആണല്ലോ. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മളെ -5,7 എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള പോയിന്റ്. അപ്പോൾ കൃത്യമായ പോയിന്റ് വരെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട്. പക്ഷെ ഇതൊന്നും എക്സാമിന് ഇങ്ങനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണമെന്നൊന്നുമില്ല, ചുമ്മാ ഒരു വര വരച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടാ, ഇപ്പോൾ ഈ പോയിന്റിൽ -5,7 ഞാൻ ചോദിക്കട്ടെ, -4 വാട്ട് ഈസ് ദ ആൻസർ? ഒബ്വിയസ്ലി നിങ്ങൾ പറയും -4,7. കാരണം ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താ? ഓൾവേസ് 7. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി സാർ. അപ്പോൾ ഈ പോയിന്റ് എന്താ? -3,7. സാർ ഈ പോയിന്റ് എന്താ? ഇത് -3 ആവണം കേട്ടോ. സോ ഇത് -2 ആണ്, ഇത് -1 ആണെങ്കിൽ സോ -2,7. സാറേ -1,7. അപ്പോൾ ആരാ ഇനിയിപ്പോൾ ഇവിടെ എത്തിയാലോ? ഇതിപ്പോൾ ഈ പോയിന്റ് 1,7. ഇതെങ്ങനെ സാർ കിട്ടിയത്? ഇവിടുന്ന് എക്സിലോട്ട് മുട്ടിക്കുമ്പോൾ 1, ഇവിടുന്ന് വൈയിലോട്ട് മുട്ടിക്കുമ്പോൾ ഓൾവേസ് എന്താണ്? 7 ആണ്. അപ്പോൾ സാറ് നമുക്ക് മനസ്സിലായി പാരലൽ ടു എക്സ് ആക്സിസ് വരുമ്പോൾ ആർക്ക് ചേഞ്ച് ഇല്ല? വൈക്ക് മാത്രം ചേഞ്ച് ഇല്ല. എക്സ് ഇങ്ങനെ മാറുന്നുണ്ട് അല്ലെ, എക്സുകൾ മാറുന്നുണ്ട്, പക്ഷെ ആർക്ക് ചേഞ്ച് ഇല്ല? വൈക്ക് ചേഞ്ച് ഇല്ല. ആ വൈക്ക് ചേഞ്ച് ഇല്ലാത്ത ആളാണ് നമ്മളെ ഇക്വേഷൻ. മനസ്സിലായടാ കണ്ണിങ്? ആർക്കാണോ ചേഞ്ച് ഇല്ലാത്ത വൈക്കാണ് ചേഞ്ച് ഇല്ലാത്തത്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ. ജനറലി നമുക്കറിയാം എക്സ് വൈ ആണ് കോർഡിനേറ്റ് അല്ലെ, എക്സ് വൈ ആണ് കോർഡിനേറ്റ്. സോ ആൻസർ കിട്ടി. y സമം എന്ത്? വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഇത്രേ ഉള്ളൂ. നോക്കിയൊക്കെ y = 7 എഴുതിയ ആൻസർ ആയി. ആ 7 വേണമെങ്കിൽ ഭംഗിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താ? y - 7 = 0. ഓക്കെ, എത്ര സ്റ്റെപ്പാണ്? അപ്പോൾ ആക്ച്വലി ഇതൊരു ലോജിക്കിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട എക്സാമിന്. ഇങ്ങനെ ഒരു കണ്ണിങ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? സിമ്പിളാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാകുന്നത്. സോ ദ ആൻസർ ഈസ് y - 7 = 0. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളിത് വലിയ സംഭവം പോലൊന്നും പഠിക്കണ്ട കേട്ടോ. അതൊക്കെ ഒരു സിമ്പിൾ കണ്ണിങ് ട്രിക്കൊക്കെ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് അങ്ങനെ ഒന്ന് വരയ്ക്കുക, ആൻസർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 3, -4. ഓക്കെ, അത് നമ്മളെ പോയിന്റ്. ഇത് നമ്മളെ താരം 3, -4 ആൻഡ് പാരലൽ ടു y ആക്സിസ്. ഞാൻ ട്രിക്കും കൂടെ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇത് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. പാരലൽ ടു y ആക്സിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2D വരക്കാം. എല്ലാവരും 2D വരച്ചു. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. പാരലൽ ടു y ആക്സിസ് അല്ലെ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് ഒബ്വിയസ്ലി. പാരലൽ ടു y ആക്സിസ്. അപ്പോൾ നമ്മൾ ആ ലൈൻ വരക്കുന്നു സാറേ. പാരലൽ ടു y ആക്സിസ് 3, -4. എക്സാക്ട്ലി നമുക്കൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. 3, ഇത് x, ഇത് y അല്ലേ. അപ്പോൾ x 3, ഇത് y -4. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ സോറി, അപ്പോൾ ഇത് -4, ഇത് ഒബ്വിയസ്ലി 3 എടുക്കാം. അപ്പോൾ ഈ പോയിന്റ് ആണ് കറക്റ്റ് എന്നത്. കൃത്യ പോയിന്റ് ആട്ടോ, ഇത് ചുമ്മാ തട്ടിയ പോയിന്റ് അല്ല. 3, -4 എക്സാക്ട് പോയിന്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. 3, ഇത് എക്സാമിന് എക്സാക്ട് മാർക്കിനെങ്കിൽ മാർക്ക് ചെയ്തോ നിങ്ങൾക്ക്. അപ്പോൾ ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാർ ഇതിൽ ഒരുപാട് പോയിന്റ് ഇല്ലേ? ഇത് ഈ ലൈനിൽ ഒരുപാട് പോയിന്റ് ഉണ്ട് അല്ലേ. ഇവിടെ അങ്ങനെ ഇവിടെയും പോയിന്റ് ആണ്, ഇവിടെയും പോയിന്റ് ആണ്. സാറേ അങ്ങനെ വരുമ്പോൾ ഈ പോയിന്റ് ഒബ്വിയസ്ലി എനിക്കറിയാം ഇതെന്താണ്? 3, ആണ്. നോക്കിയാൽ ഇതെല്ലാവർക്കും അറിയില്ല. ആക്സിസിലുള്ള പോയിന്റ് 3, ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ പോയിന്റ് എത്രയായിരിക്കും? ഇത് -1 ആണെങ്കിൽ എന്താവും? -1, അല്ലേ. അപ്പോൾ സോറി എത്രയായിരിക്കും? 0, 3, അല്ലെ. ഇവിടുന്ന് ഈ പോയിന്റ് എക്സ് ഉണ്ടല്ലേ. 3, എന്തായിരിക്കും? -1 ആയിരിക്കും. അടുത്ത എന്താവും? 3, -2 ആയിരിക്കും. 3, -4 ഇങ്ങനെ പോവാം. അപ്പോൾ ഇതിൽ ചേഞ്ച് ഇല്ലാണ്ടിരിക്കുന്ന ആരാണ്? 3 ആണ്. വളരെ സിമ്പിൾ ലോജിക്ക്. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ചേഞ്ച് ഇല്ലാത്ത ആള് കോൺസ്റ്റന്റ് ആകുന്ന x = 3. വാട്ട് ഇസ് ദ ഇക്വേഷൻ? 3 ഇങ്ങനെ കൊടുക്കുന്ന -3. ദാറ്റ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. വളരെ സിമ്പിൾ. ചേഞ്ച് ഇല്ലാത്ത ആരാണോ അവനെ പിടിക്കുക. x = 3. ചേഞ്ച് ഉള്ള ആൾ എടുക്കരുത്. ചേഞ്ച് ഇല്ലാത്ത ആൾ ഇവിടെ x ആണ്. സോ x = 3 എന്ന് പറയാം. x - 3 = 0. ദാറ്റ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. എത്രേ ഉള്ളൂ. എത്ര സിമ്പിളാ. ഓക്കെ, ഈ വേറെ ട്രിക്ക് പറഞ്ഞു എക്സാം. വമ്പൻ ട്രിക്ക്. അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ലേ. ലോക്കൽ ട്രിക്കാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ വർക്ക് ചെയ്യുക, എക്സാമിന് ഇങ്ങനെ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ്. പിന്നെ നമുക്ക് ലോക്കലൊക്കെ ആയിട്ട് പറയാം ഇങ്ങനെ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആണെങ്കിൽ ആൻസർ എന്തെടുക്കുക? വൈഡ് ആൻസർ എടുക്കുക. ഇതൊക്കെ ലോക്കൽ ട്രിക്കാണ്. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ വൈഡ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ ഉത്തരം വരിക. ഒബ്വിയസ്ലി പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ നേരെ എന്തെടുക്കുക? എക്സ് ആണ് അതിൻ്റെ ഉത്തരം. x = 3. ഇതൊക്കെ ലോക്കൽ ട്രിക്കാണ്. ഞാനതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അതൊക്കെ ആവശ്യമുള്ളവർ ഉപയോഗിച്ചോ.
ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഇക്വേഷൻ നോക്കടാ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് അല്ലെ പാരലൽ ടു y ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് ഇന്റർസെക്ഷൻ ഓഫ് x - 7 to y ക്വസ്റ്റ്യൻസ്. ഓക്കെ, ജസ്റ്റ് ബ്ലാ ബ്ലാ രണ്ട് ഇക്വേഷൻ. ഇവിടെ ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, അതൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2D വരക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. കാരണം അതാണ് കാണേണ്ടത് പാരലൽ ടു y ആക്സിസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് x ഇത് y അല്ലെ. പാരലൽ ടു y ആക്സിസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് പാരലൽ ടു y ആക്സിസ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ അതേപോലെ നമുക്കറിയാം. ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഒക്കെ 3 ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ 3 ഒന്നല്ല, ഞാൻ ജനറലി പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ 3. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ 2 ലൈനുകൾ ഇവിടെ തന്നിട്ടുണ്ട്, 2 സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഈ 2 സ്ട്രേറ്റ് ലൈൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് കിട്ടും. ആ കോർഡിനേറ്റിൻ്റെ ഉത്തരം എന്തായിരിക്കും, എക്സ് ആയിരിക്കും ആൻസർ. മനസ്സിലായ? കാരണം ഇത് പാരലൽ ടു y ആക്സിസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ് അല്ലേ ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് അല്ലേ ഉത്തരമായിട്ട് വരിക. പക്ഷേ ആ കോർഡിനേറ്റ് കിട്ടാത്തല്ലേ പ്രയാസം. ആ കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഈ സ്ട്രേറ്റ് ലൈൻ സോൾവ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് എന്ത് കിട്ടും, ആ കോർഡിനേറ്റ്സ് കിട്ടും കേട്ടോ. സോ സിമ്പിൾ ട്രിക്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം. നിങ്ങൾ സ്കൂളിലെ ബ്ലാ ടെക്നിക്ക് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് +2 യൂസ് ചെയ്യാം, ഒരിക്കലും ഉത്തരം തെറ്റാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ ഹമ്പിൾ സിമ്പിൾ ട്രിക്കാണ് സാർ അപ്ലൈ ചെയ്യുന്നത്. സ്കൂളിൽ നമ്മൾ പറയുന്ന പോലെ സാറും പണ്ടൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചില്ല, പക്ഷേ ന്യൂ വെറൈറ്റി ട്രിക്കുകൾ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. സിമ്പിൾ ട്രിക്ക് സാധാരണക്കാരനൊക്കെ ചെയ്യാൻ പറ്റും, റേഞ്ചിലെ കുട്ടികളൊക്കെ ചെയ്യാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തെറ്റാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഏത് വാല്യൂ വന്നാലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. പറ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ നോക്കാം. x - 7y ഈക്വൽ ടു, മക്കളെ അറിയാലോ +5 അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമുക്ക് സോൾവ് ചെയ്യുമ്പോഴുള്ള പ്രോസസ് അങ്ങനെയല്ലേ. അടുത്ത് എന്താടാ 3x + y ഈക്വൽ ടു -7 അങ്ങോട്ട് ചാടിച്ച +7 അല്ലേ. നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ. സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിൻ്റെ കൂടെ ഇവിടെ 6 ഇല്ലാന്ന് വിചാരിക്കുക, 6 നമ്പർ 1 ഉണ്ട് അല്ലേ. വൈയുടെ കൂടെ ഉള്ള നമ്പർ 7 അല്ല, സൈൻ കൊടുക്കാൻ വേണം പറയാം -7. 3 ഇവിടെ എക്സിൻ്റെ കൂടെ 3 ഉണ്ട്, ഇവിടെ വൈയുടെ കൂടെ 1 ഉണ്ട്. സോ ഇതിൻ്റെ ട്രിക്ക് തരുവാടാ, ഇവരെ രണ്ടാളും മട്ടിടുക, ഈ എൻഡിലുള്ള രണ്ടാളും മട്ടിടുക. അപ്പോൾ എന്താ ചെയ്തത് സാറ്, ട്രിക്കാണ് കേട്ടോ. എൻഡിലുള്ള 2 ആൾക്കാരെ വട്ടിടുക, ഇവിടെ അപ്പുറത്തേക്ക് 2 ആൾക്കാരെ വട്ടിടുക. എന്നിട്ട് സോ ദ ഇക്വേഷൻ എന്താ, എക്സ് കാണുള്ള ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് നമുക്ക് കൂടെ കിട്ടും കേട്ടോ. എക്സ് സമം ഇത്തിരി ഉള്ളൂടാ. ആദ്യം എൻഡിലുള്ള 2 ആൾക്കാരെ നോക്കുക, ഈ നമ്പറുകൾ ഗുണിക്കുക. വൈയുടെ കൂടുള്ള നമ്പറില്ലേ -7 ഇവർ തമ്മിൽ ഗുണിക്കുക. -7 × 7 എത്രടാ, 7 49 -49. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വൈയുടെ കൂടുള്ള നമ്പർ 1 × -5. സോ -7 × 7 -49. എന്നിട്ട് ഒരു ഫോർമുലയിൽ മൈനസ് ഇടണം കേട്ടോ. ഫോർമുല മൈനസ് ഉണ്ട്, തിരിച്ചങ്ങോട്ട് 1 × -5 എത്രടാ, -5 ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവർ തമ്മിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേളിൽ നിന്നാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ ഡിനോമിനേറ്റർ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് വേണം കേട്ടോ. അപ്പോൾ 3 × -7 എത്രയാണ്, -21 ആണ്. മൈനസ് ഫോർമുലയിലുള്ളതാണ്. സോ 1 × 1 തിരിച്ചങ്ങണ്ട് 1 × 1 എത്രയാണ്, 1 ആണ്. സോ അത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. സോ മൈനസ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്താലും കുഴപ്പമില്ല, മനസ്സിലായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിലും കൊടുക്കാം. സോ -49 പ്ലസ് എത്ര വിടണം, 49 + 5 ഇത് എത്രയാണ്, -22 അല്ലേ. -49 പ്ലസ് എത്ര 5 എത്രയാണ്, -44 ആണോ അല്ലേ, ആണ് അല്ലേ. ഈ മൈനസ് വെട്ടിപ്പോയി. അപ്പോൾ 44/22 സിംപ്ലിഫൈ ചെയ്യടാ. 44/22 22 എത്ര വട്ടം ഉണ്ട് കട്ടാക്കി കഴിഞ്ഞാൽ അല്ലെ, 22 44 അല്ലേ. അപ്പോൾ 2 വട്ടല്ലേ. സോ എക്സ് എത്ര സിമ്പിൾ ആയിട്ടാണ് കിട്ടി. അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എക്സാമിന് കേട്ടോ. സോ എക്സിന്റെ ആൻസർ എത്രയും മക്കളെ 2 ആണ്. ഇപ്പൊ എന്താ ചെയ്തത്, ഈ 2 നമ്പറുകൾ ഗുണിക്കുക മൈനസ് ഈ 2 നമ്പറുകൾ ഗുണിക്കുക. ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, താഴത്തുനിന്ന് പിടിക്കണം, താഴത്തല്ല എഴുതിയത്. അപ്പോൾ 3 × -7 -1 × 1. സോ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ. ഇനി വൈഡ് ആൻസർ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. നിങ്ങൾ വൈഡ് ആൻസർ കിട്ടാൻ ഇപ്പോൾ ഞാൻ ഒന്നാമത്തേൽ കൊടുക്കാം. ഇത് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒന്നാമത്തേലാണെങ്കിൽ x - 7y = -5. ഇതിൽ നിങ്ങൾ കൊടുത്തോ, ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ x 2 അല്ലേ. അപ്പോൾ 2 കൊടുത്തു. 2 - 7y = -5. ഓക്കെ, -7y അങ്ങോട്ട് കൊണ്ടുപോയാൽ +7y. -5 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ -5 +5. അപ്പോൾ 5 2 എത്രയാണ്, 7 = 7y അല്ലേ. സോ വാട്ട് ഈസ്, ഒന്നുകിൽ 7 വെട്ടിയിട്ട് ഇവിടെ 1 എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ y ഇവിടെ നിർത്താം. 7/7 7/7 എത്രയാടാ, 1. സോ y നമുക്ക് എത്ര കിട്ടും, 1. അപ്പോൾ നമുക്കിതൊരു കോർഡിനേറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ x, y അല്ലേ കോർഡിനേറ്റ്, x, y അല്ലേ കോർഡിനേറ്റ്. അപ്പോൾ 2, 1 അല്ലേ ആൻസർ. സോ നമുക്ക് മനസ്സിലായി നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരം എന്തായിരുന്നു, പാരലൽ ടു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പൊസിഷനാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരിക, x ആണ്. സോ ദ ആൻസർ ഈസ് x = 2. സോ 2 കൊണ്ട് വന്നാൽ എന്താവും, x - 2 = 0. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. വളരെ സിമ്പിളാടാ,
ഇതിനൊക്കെ ജസ്റ്റ് സോൾവ് ചെയ്യാനുള്ള ട്രിക്കുകൾ പഠിക്കാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അതൊക്കെ വേറെ പിന്നെ നോർമൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ട്രിക്കാണിത്. ഇത് ഒരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ല. സാധാരണ ഇതാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് വൺസ് ഇത് ഫിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ടുവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഹയർ ലെവലിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈവൺ മത്സര പരീക്ഷകളാണ് എന്താണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്ന മെത്തേഡിൽ സോൾവ് ചെയ്യണമെന്ന് യാതൊരു റൂളും ഇല്ല. എക്സ് കണ്ടെത്താനുള്ള ഒരു കുട്ടിയുടെ സ്കില്ല് മാത്രമേ ഉള്ളൂ. ഇത് ഫോളോ ചെയ്താണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് പഠിച്ചാലുള്ള ഗുണം പ്ലസ് ടു ലെവലിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമുകളൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് പോയിന്റ് സ്ലോ ഫോം. യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് സ്ലോ ഫോം. എടാ ഒരു പോയിന്റും ഒരു സ്ലോപ്പും വന്നാൽ അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ തിരിച്ചറിയണം. ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തരും, ഒരു സ്ലോപ്പ് തരും. ഒക്കെ നമ്മളിവിടെ കാണുന്നതൊക്കെ എന്താ വേരിയസ് ഫോം ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ആണ്. നമ്മൾ ഒരു ഹെഡറിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. വേരിയസ് ഫോം ഓഫ് സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കാണാനൊക്കെ എന്താണ് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് കാണാനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടതും ഇനി കാണുന്നതൊക്കെ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ലൈനിൻ്റെ ഒരു പോയിന്റും അതിൻ്റെ ചെരിവ് അതിൻ്റെ സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു ചെറിയൊരു ഫോർമുല ഉണ്ട്. അത് വൺസ് ഈ ഒരു ഫോർമുല കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടുള്ളൂ. ബാക്കി കാര്യമായിട്ട് പിന്നെ പഠിക്കാനില്ല. പിന്നൊക്കെ നമുക്ക് ഇതുമെന്നായിട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഇത് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്ക്. y - y1 = സ്ലോപ്പ് ഇൻറ്റു നിങ്ങൾ ഇവിടെ y - y1 എന്ന് പഠിച്ചാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും എന്താ വരിക x - x1. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കും. ഇത് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഒരു പോയിന്റ് സ്ലോപ്പ് ഫോമിൽ. ഇനി 2 പോയിന്റ് വന്നു കഴിഞ്ഞാൽ റിസ്ക് ഒന്നുമില്ല. ഈ എമ്മിനെ റീപ്ലേസ് ചെയ്താൽ മതി. ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു കൊടുക്കുക. y - y1 = m × x - x1. ഇത് വന്നുള്ള ഗുണം എന്താണ് നോക്ക്. x1 y1 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആ പോയിന്റിന്റെ വാല്യൂ കൊടുക്കാം. അതുപോലെ m സ്ലോപ്പ് നമുക്ക് തരും. അപ്പോൾ സ്ലോപ്പും ഒരു പോയിന്റ് തന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണിത്. ഇതൊന്ന് നോട്ട് ചെയ്യും കേട്ടോ, സ്ക്രീൻഷോട്ട് ചെയ്യും. സോ സെയിം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. കാണേണ്ട ടോപ്പിക് സെയിം. ഇക്വേഷൻ ഓഫ് ലൈൻ തന്ന ഗിവൺ എന്താ? പാസിംഗ് ത്രൂ ദി പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നുള്ള പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ പഠിച്ചു. y - y1 = m × എന്തുകൂടാ x - x1. ജസ്റ്റ് എന്ത് ചെയ്യുക അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ y അവിടെ നിർത്തി. നമുക്ക് തന്ന പോയിന്റിനാണ് നമ്മൾ x1 y1 എന്ന് പറഞ്ഞിട്ടാ. എക്സും y എന്ന് പറയരുത്. അതെന്താ സാർ എക്സും y എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലുള്ളത്? അപ്പോൾ എക്സും വൈ ഇവിടെ എക്സും വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കിട്ടുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഒക്കെ എന്താവും? 2x1 3y1 എന്ന് പറഞ്ഞാവും. അങ്ങനെ നമുക്ക് എപ്പോഴും എക്സ് വൈ എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി കണക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. തന്ന പോയിന്റാണ് x1 y1. സോ y - y1 എത്രയാണ്? 3 ആണ്. ഈക്വൽ ടു സ്ലോപ്പ് എത്രയാണ്? -4 ആണ്. എക്സ് തന്നെയാണ്. എക്സിനെ കളയരുത്. എക്സ് കളഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈ ഇല്ലാണ്ട് എന്ത് സ്ട്രേറ്റ് ലൈനാ? അപ്പോൾ എക്സും വൈനെ റിമൂവ് ചെയ്യരുത്. x1 y1നെയാണ് എന്ത് ചെയ്യേണ്ടത്? റിമൂവ് ചെയ്യേണ്ടത് കേട്ടോ. x1 എത്രയാണ് ഓൾറെഡി? -2 ആണ്. സോ സിംപ്ലിഫൈ ദ ആൻസർ ആയി. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ, മൈനസ് പ്ലസ് ആവും. സോ x + 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ y - 3 = ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -4x മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും? മൈനസ് ആവും. 4 × 2 എന്താവും? 8 ആവും കേട്ടോ. എല്ലാതും ഭാഗത്ത് ഏത് സൈഡ് ഒക്കെ കണ്ട് ഇടത് ഭാഗത്ത് കൊണ്ടുവരും. സോ ഇടത് ഭാഗത്ത് ഓൾറെഡി y - 3 ഉണ്ട്. ഇടത് ഭാഗത്ത് -4x കൊണ്ട് വന്നാൽ എന്താവും? +4x. ഒക്കെ കണ്ട് പോകുന്നോട്ടെ. -8 എന്താവും? +8 = 0. ഇനി x y കോൺസ്റ്റന്റ് രൂപത്തിൽ എഴുതിക്കോ. 4x y ഇതെന്താ സൈന്? പ്ലസ് ആണ്. സോ +y -3 + 8 എന്താ വരൂടാ? +5 അല്ലേ? ഈക്വൽ ടു 0. സോ വളരെ ഈസിയാണ്. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് എ പോയിന്റ് സ്ലോ ഫോം. ജസ്റ്റ് വെരിഫൈ ചെയ്യാം ഞാൻ കേട്ടോ. ഞാൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തും കൊണ്ടേയിരിക്കും. സോ കമൻറ്റ് ചെയ്യുന്ന സാർക്ക് സന്തോഷമുള്ളൂ. അതല്ലേ പറയുന്നത്. പക്ഷെ തെറ്റ് വന്നാൽ ടെൻഷനല്ലേ. കറക്റ്റ് ആൻസർ ആണ് മക്കളെ കേട്ടോ. ഈസ് എ റിക്വയർഡ് സൊല്യൂഷൻ കേട്ടോ. വെരിഫൈഡ് ആണ്. ഞാൻ ഇപ്പോൾ പ്രാവശ്യം എല്ലാം വെരിഫൈ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. അത് 2 പോയിന്റ് വന്നിട്ട് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി പറയും. അപ്പോൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ കണക്ട് ചെയ്യുന്നു. ഓക്കെ, y - y1 = നമ്മൾ ഒരെണ്ണേ പഠിക്കുന്നുള്ളൂ. x - x1. ഇതാണ് നമ്മൾ പഠിക്കുക. എക്സാമിന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കാം. അത് ഈ എമ്മിനെ മാറ്റാം. എമ്മിനെ മാറ്റാം. കാരണം ഇവിടെ സ്ലോപ്പില്ല 2 പോയിന്റാണ്. എമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ലോപ്പ് അല്ലെങ്കിൽ എമ്മിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ്? y2 - y1 x2 - x1. പിന്നെ അതേപോലെ x - x1 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തോട്ടെ. നമ്മളിവിടെ നോക്കാം. ക്വസ്റ്റ്യൻ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഹെഡർ എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ. കാണേണ്ട ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. പിന്നെ എന്താ തന്ന ഇൻപുട്ട്? അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കിടക്കുന്നത് കേട്ടോ. സോ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. x1 y1. അടുത്ത പോയിന്റ് നമുക്ക് എന്താ പറയാം? x2 y2. ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുക? എഴുതുമ്പോൾ y - y1 m × x - x1 തുടങ്ങിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക? ആ എമ്മിനെ നൈസായിട്ട് മാറ്റി കൊടുക്കുക. എന്താടാ m? y2 - y1 x2 - x1 x - x1.
സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y മൈനസ് y1, വാട്ട് ഈസ് y1? -1 ഈക്വൽ ടു y2 മൈനസ് y1, 5 മൈനസ് y1 -1, x2 മൈനസ് x1, 3 മൈനസ് 1 ഇൻറ്റു x മൈനസ് x1 എത്രയാണ്? 1 ആണ്. സോ സിംപ്ലിഫൈ മൈനസ് മൈനസ് എന്താകും? y പ്ലസ് 1 ഈക്വൽ ടു r അല്ലെ, മൈനസ് മൈനസ് പ്ലസ്, ഇവിടെ 3 മൈനസ് 1 2 x മൈനസ് 1. പ്രത്യേകിച്ചൊന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ ഒക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമുള്ളൂ. ആറിൽ എത്ര 2 ഉണ്ട്? 3 ആണ് അല്ലേ, 3 ആണ്. പിന്നെ എന്തോടാ? x മൈനസ് 1. സിംപ്ലിഫൈ ചെയ്തോ. y പ്ലസ് 1 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 3 ഇൻറ്റു എക്സ്, 3x മൈനസ് 3 ഇൻറ്റു 1 3. എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ അല്ലേ എക്സ് ഉള്ളത്? അത് സാറേ ഈ സമയത്ത് അങ്ങോട്ട് കൊണ്ടുവരും, കാരണം ഓൾറെഡി പോസിറ്റീവ് 3x അവിടെ അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും പിടിച്ചാണ്ട് കൊണ്ടുപോയിക്കോ കേട്ടോ. വൈനെ അങ്ങോട്ട് പോയി മൈനസ് y, ഓൾറെഡി അവിടെ -3 ഉണ്ട്, പ്ലസ് 1 അങ്ങോട്ട് പോയാൽ -1. സോ ഫൈനൽ ആൻസർ ഇവിടെ ഓൾറെഡി 0. അപ്പോൾ എന്താവും? 3x മൈനസ് y -4. പരിപാടി കഴിഞ്ഞു. ദാറ്റ് ഇസ് ദ ഫൈനൽ ആൻസർ. 3x മൈനസ് y -4 സമം 0 കേട്ടോ. വെരിഫൈ ചെയ്യുന്നുണ്ട്, ഒക്കെ കറക്റ്റ് ആയിരിക്കും, എന്താ പ്രശ്നമൊന്നും വരില്ല. 1 - 3 3 5 അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ശരി. 3x മൈനസ് y കറക്റ്റ് ആൻസർ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, എടാ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, എടാ ഇതിൽ 2 ഉണ്ട് കേട്ടോ. ഇതിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഉണ്ട്, ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഓഫ് ലൈൻ ഉണ്ട് കേട്ടോ. ഇതിൽ 2 കേസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വേണ്ട. ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ലൈൻ കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് എക്സ് ഇന്റർസെപ്റ്റ്, ഫൈൻഡ് സ്ലോപ്പ് ഇക്വേഷൻ ഓഫ് ലൈൻ സ്ലോപ്പ് 3 ആൻഡ് y ഇന്റർസെപ്റ്റ്. yes. ഇത് ശ്രദ്ധിക്കേണ്ട സാധനമാണ്. എടാ സ്ലോപ്പ് ഇന്റർസെപ്റ്റും ഉണ്ട്, ഇന്റർസെപ്റ്റും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഇത് നല്ലൊരു ക്ലാരിറ്റി വരുത്തണേ. ആദ്യം എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നന്നായി പഠിച്ചോളാം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് എക്സാമിന്, ഈ മെയിൻ എക്സാമിന് ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ, അത് ടഫ് ഒന്നല്ല. സോ നമ്മൾ ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ടൊന്നും. ഇവിടെ കാര്യമായിട്ട് ബൈഹാർട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ, ഒന്നും പഠിക്കണ്ട, കാണാപാടൊന്നും കാര്യമായിട്ട് പഠിക്കണ്ട. സിംപ്ലി നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റിനൊക്കെ ക്രാക്ക് ചെയ്യണം. ഓക്കെ, എടാ ഇവിടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ മീനിങ്? ഇന്റർസെപ്റ്റ്, ഇപ്പം ഞാനൊരു ലൈൻ ഇവിടെ ഇന്റർസെപ്റ്റ് ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേര്, ഇത് എക്സ് ആക്സിസാ, ഇത് വൈ ആക്സിസാ. ഇപ്പൊ എക്സ് ആക്സിൽ മുട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും ജനറലി? ഇപ്പോൾ 2 or 3, ജനറലി ചിലപ്പോൾ 3,0 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അതേപോലെ ഇവിടുത്തെ പോയിന്റ് ഇപ്പോൾ നമ്മൾ 0,4 എന്ന് എഴുതിയാണ്. അതായത് ഇത് വൈ ആക്സാ. വൈ ആക്സിൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അത് നമുക്കറിയാമല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ അല്ലെ, ആക്സിലുള്ള വൈ കോർഡിനേറ്റ് 0, എക്സ് ആക്സിൽ. അതുപോലെ വൈ ആക്സിലുള്ള എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ്. ഇതിനെ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3ഉം 0 എന്നൊക്കെ എഴുതാൻ നമുക്ക് ആധികാരികമായിട്ട് 3 എന്നൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറൽ ആയിട്ട് എന്ത് എഴുതാൻ പറ്റുള്ളൂ? A,0 എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 3 എന്നൊന്നും നമുക്ക് പറയാനുള്ള അവകാശമില്ലല്ലോ. നമ്മളൊരു എക്സാമ്പിൾ ചുമ്മാ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് 0 അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ 0,B എന്ന് പറയാം. ഇവിടെ നമ്മൾ A എന്ന് പറഞ്ഞ ലെറ്റർ എടുത്തു, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ B എന്ന് പറഞ്ഞ ലെറ്റർ എടുത്തു. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ്. ഇതിനെയാണ് നമ്മൾ, അപ്പോൾ ഇവിടെ എക്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്, അപ്പോൾ എന്താ എക്സ് ഇന്റർസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സമം A ആണ്. അതുപോലെ വൈ ഇന്റർസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ എന്താ? വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പോൾ ഇത് നമുക്ക് ലോജിക്ക് വേണം. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എയും വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? B ആണ്. ഇത് വെച്ചും കൊണ്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. തൽക്കാലം ഇത്രയും ഇവിടെ നിന്ന് അറിഞ്ഞാൽ മതി. ഇന്റർസെപ്റ്റിൽ ജനറലി ഒരു ഇന്റർസെപ്റ്റിൽ. ഇനി ഇന്റർസെപ്റ്റ് ഓഫ് ലൈൻ, അങ്ങനെ നമ്മൾ നോക്കുന്ന ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ലൈനാണ്. അപ്പോൾ 2 കേസിൽ ഇന്റർസെപ്റ്റ് പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി, ഈ ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ലൈനിൽ നമുക്ക് മനസ്സിലായി ഒന്നുകിൽ എക്സിൽ ടച്ച് ആകും, അല്ലെങ്കിൽ എന്താവും? വൈയിൽ ടച്ച് ആവും. അപ്പോൾ എക്സിൽ ടച്ച് ആവുന്നതും വൈയിൽ ടച്ച് ആവുന്നതിനൊക്കെ അനുസരിച്ച് വാല്യൂ ഫോർമുല മാറും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫോർമുല പഠിച്ചാൽ മതി. ഏതാ ഫോർമുല? എന്താ? ഒരു പോയിന്റ് സ്ലോപ്പ് വന്നുള്ള ഫോർമുല എന്താ? y - y1 = m × x - x1. ഇത് അറിഞ്ഞാൽ മതി. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്ത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഫോർമുല ഇവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് പഠിക്കാം, പക്ഷേ എക്സാമുകളിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം കുളവും. പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി പഠിക്കാത്ത ആവറേജ് ഉള്ള കുട്ടികളുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഫോർമുല ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കാണാപ്പാടം പഠിക്കണ്ട. നമ്മൾ അധികം ഫോർമുല തന്നെ ഈ ചാപ്റ്ററിൽ കാണാൻ ബൈഹാർട്ട് ചെയ്തിട്ടൊന്നുമില്ല, മനസ്സിലായ? അപ്പോൾ അധികം ഫോർമുല ബൈഹാർട്ട് ചെയ്യണ്ട. ഈ ഒരു ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫോർമുല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റർസെപ്റ്റ് ലൈനിന്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ടഫ് ഒന്നുമില്ല, സിമ്പിൾ ടെക്നിക്കാണ്. അതൊരു ക്വസ്റ്റ്യൻ വന്നാൽ ജസ്റ്റ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫോർമുല കിട്ടും. ഓക്കെ, സോ ഇതാണ് y - y1 = m × x - x1. ഇത് നമുക്ക് അറിയാലോ ഫോർമുല. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയും എക്സിൻ്റെ ടച്ച് ചെയ്യുന്നു പറയും, അല്ലെങ്കിൽ വൈയിൽ ടച്ച് ചെയ്യുന്നു പറയും. അത് നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ ക്ലിയർ ചെയ്യാം. അത് നല്ലത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ. ഞാൻ പറഞ്ഞില്ല ക്വസ്റ്റ്യൻ
ഒരു ക്വസ്റ്റ്യൻ്റെ ഹെഡറിലാണ് മൊത്തം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ. അത് ക്ലിയർ അല്ലേ? എല്ലാ ക്വസ്റ്റിനും ഇപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ വിത്ത് സ്ലോപ്പ് 3 ആൻഡ് y ഇന്റർസെപ്റ്റ് -2. ഓക്കെ, വിത്ത് സ്ലോപ്പ്. അപ്പോൾ നമുക്ക് m തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m, അത് 3. അപ്പോൾ നമ്മൾ ഉള്ളത് എഴുതി വെക്കുക. സ്ലോപ്പ് m 3 ആണ്. ആൻഡ് y ഇന്റർസെപ്റ്റ് -2. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയേ, ഒരു ഇന്റർസെപ്റ്റ് നമ്മളിവിടെ വരക്കണ്ടേ? അപ്പോൾ ഞാനിവിടെ ഇന്റർസെപ്റ്റ് വരച്ചു. ഇതൊരു ഇന്റർസെപ്റ്റ്, ഇതൊരു ഇന്റർസെപ്റ്റ് അല്ല. ഇത് ജനറലി a,0 ആണ്. ഇത് ഇന്റർസെപ്റ്റ് y b,0 ആണ്. പക്ഷെ നമുക്കിവിടെ ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. എന്താ ഇന്റർസെപ്റ്റ്? ഇന്റർസെപ്റ്റ് -2. എന്ത് ഇന്റർസെപ്റ്റാ? y ഇന്റർസെപ്റ്റാ. y ഇന്റർസെപ്റ്റ് ഇങ്ങനെയല്ലേ വരിക? 0,-2 ഇങ്ങനെയല്ലേ വരിക? ഒബ്വിയസ്ലി 0,-2 അല്ലേ വരിക? ആണ്. അപ്പോൾ ഇന്റർസെപ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറലി നമ്മളെ ഇക്വേഷൻ എന്താ? നമ്മൾ നേരെ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ജനറൽ നമ്മൾ അതിൽ ആകത്തുള്ളൂ y - y1 = m × x - x1. ഇതാണ് നമ്മുടെ ഇക്വേഷനല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇന്റർസെപ്റ്റ് മാത്രം, ഇത് നമുക്ക് അറിയില്ല കേട്ടോ, നമ്മളോട് പറഞ്ഞിട്ടില്ല. ജനറലി a,0 എന്ന് ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട, അത് ഒഴിവാക്കിയേക്ക്. സോ ഇവിടെ നമുക്ക് അറിയാം, ഇതാണ് നമ്മൾ x1ഉം ഇതാണ് y1ഉം. ആണോ അല്ലേ? ഒരു കോർഡിനേറ്റിൽ രണ്ടാളുകൾ x1 y1 നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സാധനം കിട്ടും. y - y1 എത്രയാടാ? y1 -2 = സ്ലോപ്പ് ഓൾറെഡി തന്നിട്ടുണ്ട് 3 × x - x1 എത്രയാണ്? ഓൾറെഡി 0. ഓക്കെ, പരിപാടി കഴിഞ്ഞു. y + 2 = 3 അല്ലെ? x - 0 എന്ന് പറഞ്ഞാൽ x തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ 3x കിട്ടും. അപ്പോൾ y + 2 = അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y ഇവിടെ നിർത്തുക, 3x ഇവിടെ ഉണ്ട്, +2 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്താവും? -2 ആവും. അപ്പോൾ നമുക്കിവിടെ എന്താ കാണേണ്ടത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈനാണ് കാണേണ്ടത്. അപ്പോൾ y = 3x - 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. പരിപാടി കഴിഞ്ഞു. ദാറ്റ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. സാർ അല്ലെങ്കിൽ ഇതൊക്കെ പാടെ അങ്ങോട്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവരെ ഇവിടെ ഇങ്ങനെ നിർത്താം, ടെക്സ്റ്റ് കീ അനുസരിച്ച് ഇങ്ങനെ നിർത്താം. എക്സും വൈയും കോൺസ്റ്റന്റ് ഉണ്ടാവണം. സാറേ കൺഫ്യൂഷൻ വേണ്ട, എക്സും വൈയും കോൺസ്റ്റന്റ് ഉണ്ടാവണം. സാർ അപ്പോൾ ഡൗട്ട്, ഈ വൈനെ ഞാൻ അങ്ങോട്ട് പിടിച്ചോണം, കൊണ്ടുപോയിക്കോ. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡിന് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. +y അങ്ങോട്ട് കൊണ്ടുപോയാലും -y = 0. അപ്പോൾ ജനറലി എഴുതുമ്പോൾ എന്താ എഴുതണം? 3x പിന്നെ -y പിന്നെ കോൺസ്റ്റന്റ് = 0. അങ്ങനെയല്ലോ എഴുതണ്ടേ? ജനറൽ ഫോം അങ്ങനെയല്ലേ? ax + by + c = 0. അങ്ങനെയാണ് ജനറൽ ഫോം. ആദ്യം x എഴുതുക, പിന്നെ y എഴുതുക, കോൺസ്റ്റന്റ് ഇല്ല. ഇവിടെ വെച്ചിട്ട് നിർത്തിയാലും കുഴപ്പമില്ല, ഇവിടേക്ക് വന്നാലും എന്തെയില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നിനും ഓരോ ഫോർമുല ആയിട്ട് പഠിക്കും. ഞാൻ നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈവൻ ഫോർമുല പോലും സെപ്പറേറ്റ് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾ എക്സാമുകളിൽ കൊണ്ടായത് കൊള്ളാക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആകെ ഈ ഒരു ഫോർമുല മാത്രം പഠിക്കുക. ഈ ഫോർമുലയിൽ എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ഇക്വേഷൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ഇന്റർസെക്റ്റിംഗ് x ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 ആൻഡ് യൂണിറ്റ് ലെഫ്റ്റ്. സെയിം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ്, എന്തായാലും ക്വസ്റ്റ്യൻ എന്താ? Find the equation of the intersecting x-axis at the distance of 3 unit. Question ചെയ്തിട്ടില്ല. Find the equation of line. ചെറിയ തെറ്റുണ്ടല്ലേ? Find the equation of line. ഇവിടെ സാർ ഇവിടെ ക്വസ്റ്റ്യൻ ലൈൻ എന്നുണ്ട് കേട്ടോ. സാർ ഐഡിയ ക്വസ്റ്റ്യൻ. Find the equation of line. Find the equation of line. Find the equation of the line. Intersecting of the line. കേട്ടോ, ഓഫ് ദി ലൈൻ. ശരിയാ, ഇവിടെയാണ് ലൈൻ. ഇവിടെ ലൈൻ എഴുതാൻ മിസ്സായി പോയതാണ്. നിങ്ങൾ ഇവിടെ അങ്ങനെ കൂട്ടിച്ചേർക്കണം കേട്ടോ. Find the equation of line intersecting x-axis at a distance of 3 unit to the left to the origin with slope -. എന്തൊക്കെ ബ്ലാ ബ്ലാ ബ്ലാ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സ്ലോപ്പ് -2 എന്തായാലും നമുക്ക് അറിയുന്നത് കണ്ട് എഴുതി വെക്കാം. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ പരിഭ്രാന്തമാവുന്നുണ്ട്. സ്ട്രേറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നു വേണ്ട, അറിയുന്നത് എഴുതി വെക്ക്. m = -2. പിന്നെ നിങ്ങൾ ഒരു 2D വരയ്ക്ക്. അപ്പോൾ അങ്ങോട്ട് വരും കേട്ടോ. അവിടെ ഇന്റർസെപ്റ്റ് ഒരു സാധനം പൊട്ടിക്ക്, ഒരു ഇന്റർസെപ്റ്റ് പൊട്ടിക്ക്, എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനും എങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ വരച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും വായിക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ഇന്റർസെക്റ്റിംഗ് x-axis at ഇന്റർസെക്റ്റ് ചെയ്യുന്ന x-axis at ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഒറിജിൻ. അല്ലെ, 3 യൂണിറ്റ് ലെഫ്റ്റ് ഓഫ് ദി ഒറിജിൻ. ഇതാണല്ലോ ഒറിജിൻ. അപ്പോൾ ആക്ച്വലി ഇങ്ങനല്ലേ വര ഇങ്ങനല്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ വായിക്കാം അല്ലേ? അപ്പോൾ 3 യൂണിറ്റ് ലെഫ്റ്റ്, ഒറിജിനിൽ ലെഫ്റ്റിലോട്ട്, റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, ലെഫ്റ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. അതൊക്കെ അല്ലേ? റൈറ്റിലുള്ള പോയിന്റിനൊക്കെ പ്രത്യേകത ഉണ്ട്. എന്താ? ഒക്കെ പോസിറ്റീവാ. ലെഫ്റ്റിലുള്ള പോയിന്റ് ഒക്കെ എന്താ? നെഗറ്റീവാ. ഇതൊരു കോമൺ സെൻസാ അല്ലേ? അപ്പോൾ ലൈൻ ഇങ്ങനെ പോകുന്ന ഉറപ്പാ. അപ്പോൾ ഇതാണ് നമ്മളെന്ത്, ആ പോയിന്റ് എന്താ? -3 യൂണിറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ്? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. -3,0 ആണ് നമുക്ക് മനസ്സിലായി. ഇത് ഏത് പൊട്ടൻ എനിക്ക് മനസ്സിലാവാത്തത്? ഒറിജിനൽ ലെഫ്റ്റിലേക്ക് 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിലുള്ള പോയിന്റ് എന്താണ്? -3,0. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ കാണണം. അപ്പോൾ നമുക്ക് മനസ്സിലായി x1 y1 നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ x1 y1 നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി നേരെ എന്ത് ചെയ്യുക? സെയിം ഇക്വേഷൻ നമ്മൾ പഠിച്ച y - y1 = m × x - x1 ഫോർമുല അടിക്കുക. ഇത് ചില ആൾക്കുട്ടികൾ x - d എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമുല കാണാൻ പാഠം പഠിച്ച് m × x - d. ഞാൻ പറഞ്ഞ അങ്ങനെ ഫോർമുല പഠിക്കണമെങ്കിൽ എത്ര ഫോർമുല പഠിക്കണം?
അതൊക്കെ ആകെ നാശകോശമാവും. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്തോ. ചില യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടു ബൈ ഹാർട്ട് ചെയ്യുന്ന ഫോർമുല ഒക്കെ നിങ്ങളുടെ ഐഡിയ കേട്ടോ. ഞാൻ പറഞ്ഞ ഇവിടെ ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട. y മൈനസ് y1, y1 എന്താണ് 0 ആണ്. സോ m ഇൻറ്റു എക്സ് മൈനസ് x1, x1 എത്രയാണ് -3 ആണ്. സോ y മൈനസ് 0 എന്ന് പറഞ്ഞാൽ y ആണ്, m ഇൻറ്റു ജസ്റ്റ് +3. ഓക്കെ, സോ m വാട്ട് ഈസ് m ഹിയർ അല്ലേ, m കൊടുക്കണ്ടേ, m -2. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, -2x മൈനസ് ഇൻറ്റു മൈനസ് -6 അല്ലേ, മൈനസും മൈനസ് എന്താവും പ്ലസ് അല്ലേ, മൈനസും പ്ലസും മൈനസ് ആവും. സോ 2 × 3 -6 ഒക്കെ പാടെ അങ്ങോട്ട് കൊണ്ടുവരണം. y പ്ലസ് 2x -6 കൊണ്ട് വന്നാൽ +6 = 0. x y കോൺസ്റ്റന്റ്, സോ 2x + y -6 = 0 അല്ലേ. x + by ഞാൻ എഴുതിയെന്ന് മാത്രം, സിമ്പിൾ അല്ലേ. സോ അടുത്ത നെക്സ്റ്റ് ഇന്റർസെപ്റ്റ് ഫോം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർസെപ്റ്റ് ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പക്ഷേ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നു വേണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇത് എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് വേണമെങ്കിൽ മാർക്ക് ചെയ്തോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ജനറലി നോക്കടാ, x/a + y/b = 1. സാറേ ഇത് എങ്ങനെ കിട്ടി? എടാ ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് നമ്മൾ ഇന്റർസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സും വൈ കോർഡിനേറ്റും എയും ബിയും, ഇത് നമുക്കറിയാം a,0. ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. ഇത് 0, b ആണ്. ഇത് നമ്മൾ ഇതേ സെയിം ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ സെയിം ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ലോപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് എമ്മിനെ റീപ്ലേസ് ചെയ്തിട്ട് y2 - 1 ഒക്കെ കൊടുത്തിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന രൂപമാണ്. പക്ഷെ നമുക്കിത് വർക്ക് ചെയ്യാൻ പഠിക്കണ്ടടാ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ പഠിക്കേണ്ടത് ഇതാണ്. പക്ക ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. മറ്റതൊക്കെ എന്താ സാറേ, മറ്റതൊക്കെ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഇന്റർസെപ്റ്റ് ഫോം ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എയും ബിയും ഇന്റർസെപ്റ്റ് ഫോം ഡയറക്റ്റ് തരും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇപ്പുറത്തുണ്ട്, ക്വസ്റ്റ്യൻ ഇതാണ് പ്രീവിയസ് ഇയർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്താണ് കേരളത്തിൽ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ വിച്ച് മേക്സ് ഇന്റർസെപ്റ്റ് -3, 2 ഓൺ ദി എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. -3 എന്താണ് എക്സ് ആക്സിസ്, 2 എന്താണ് വൈ ആക്സിസ്. അതായത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നമുക്ക് തരും. അപ്പോൾ ഈ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എ ആണ് അല്ലേ. എക്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണല്ലേ സി, ഇതാണല്ലേ പേ, ഇതാണ് a,0, ഇതാണ് എന്ത് 0, b. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എക്സ് എത്ര, എക്സ് ഇന്റർസെപ്റ്റ് എന്താ എ ആണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് തരുന്ന വാല്യൂ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ എ ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ എന്തായിരിക്കും, ബി ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എന്താ, ഒരൊറ്റ ഹെഡർ. എപ്പോഴും നമ്മൾ ആ ഹെഡർ മനസ്സിലാക്കണം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ, ലൈൻ്റെ ഇക്വേഷൻ കാണാം, ലൈൻ്റെ ഇക്വേഷൻ. ആ ഒരു ഹെഡറിലാണ് എല്ലാ ക്വസ്റ്റ്യനും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ഒരു ഫോർമുല പഠിച്ചു നോക്കാം. എന്താ ഫോർമുല പറഞ്ഞത്, ഇത് കാണാപ്പാടം പഠിക്കാം. x/a പ്ലസ്, ഇത് ചില്ലി സിമ്പിൾ ഫോർമുല അല്ലേ, ഇത് എല്ലാവർക്കും ഓർമ്മ വെച്ചൂടെ. സോ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട്. സോ എ എത്ര തന്നിട്ടുണ്ട് -3, ബി എത്ര തന്നിട്ടുണ്ട് b2. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എക്സും വൈ ഇന്റർസെപ്റ്റും. നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ x/-3 പ്ലസ് y/2 = 1. കഴിഞ്ഞോ ഇല്ല. സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആവില്ല. നമ്മൾ ഏത് ഫോർമാറ്റിലേക്ക് പോകണം, ax + by + കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് പോകണം. അതിനെന്താ ചെയ്യുക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 2 × x എന്താ 2x, സെൻട്രൽ ചിഹ്നം പ്ലസ്, -3 × y -3y. അത് മാത്രം പോരാ, -3 × 2 -6 = 1. സോ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പോകാം. ഈ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പ്ലസും മൈനസും വന്നാൽ നമുക്കറിയാം മൈനസ് ആണ് അല്ലേ. 2x - 3y അടിയിൽ -1/6 = 1. -6 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടണം, -1 × 6 -6 അല്ലേ. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയി. ഇനി -6 വേണമെങ്കിൽ കൊണ്ടുവരാം. 2x - 3 + 6 = 0. വളരെ സിമ്പിൾ അല്ലേ, സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ആയില്ലേ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ജനറലി ഇങ്ങനെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, അത് ചെയ്തോളാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കടാ, റെഡ്യൂസ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ 3x + y. എടാ 3x √3 ആണ് കേട്ടോ. ഓക്കെ, √3 ആണ് കേട്ടോ. √3x + y - 8 = 0 ഇൻറ്റു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. എടാ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ടാണ് മാറ്റേണ്ടത്. എടാ ഇന്റർസെപ്റ്റ് ഫോം ഉണ്ട്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഉണ്ട്. ഇത് അങ്ങോട്ട് കൺഫ്യൂഷൻ ആവരുത്. കാരണം ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് മാറി കേട്ടോ. x/y അല്ലേ, ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. x/a + y/b = 1. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ് ഫോം. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും എയും ബിയും കൊടുത്തിട്ടുള്ള ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഈ പേര് ശ്രദ്ധിക്കണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m. അപ്പോൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണം കണ്ടാണ്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഇന്റർസെപ്റ്റ് ഫോമിലോട്ടല്ല റെഡ്യൂസ് ചെയ്യുന്നത്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഞാൻ ചെയ്യാം. ഇതിൻ്റെ തൊട്ടടുത്ത് ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റുന്നതാണ്. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ x/a + y/b = 1 എന്ന് പറയുന്ന പാറ്റേണിലോട്ട് മാറ്റുന്നത്. അപ്പോൾ രണ്ടും അങ്ങോട്ട് മാറിപ്പോരുത്. അപ്പോൾ ഇതെങ്ങനെ സാർ, അത് വളരെ സിമ്പിൾ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ. സോ ഇത് ഓൾറെഡി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം മാറ്റാൻ പറ്റുന്നില്ല. നമ്മളെ ക്വസ്റ്റ്യൻ എടുക്കുക. ഇതൊക്കെ വളരെ കോമഡി ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഗുണം അതാണ്, വലിയ ഹാർഡ് വർക്ക് ചെയ്യണ്ട, സ്മാർട്ട് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എടാ നമുക്ക് ജനറലി അറിയാം, ജനറലി ഒരു ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx പ്ലസ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം നല്ലതാണ് കേട്ടോ. y ഈക്വൽ ടു mx പ്ലസ് സിയിലോട്ട് നമുക്കിതിനെ മാറ്റുകയാണെങ്കിൽ, y ഈക്വൽ ടു mx പ്ലസ് സിയിലോട്ട് നമുക്കിതിനെ മാറ്റുകയാണെങ്കിൽ ഈ കാണുന്ന m ആണ് നമ്മളെ സ്ലോപ്പ്. അപ്പോൾ ഇത് അങ്ങനെ മാറ്റാൻ പറ്റും. നിങ്ങൾ നോക്കിയൊക്കെ, അതിനിവിടെ y ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തണം അല്ലേ. അപ്പോൾ y ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിർത്തിയാൽ -8 അങ്ങോട്ട് കൊണ്ടുപോയാൽ +8, √3x അങ്ങോട്ട് കൊണ്ടുപോയാൽ -√3x. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, y ഈക്വൽ ടു ആദ്യം മൈനസ് ഉള്ളതായിരിക്കും +8, അല്ലെങ്കിൽ ആദ്യം അങ്ങനെ ഒന്നും എഴുതണ്ട, y ഈക്വൽ ടു mx ഇത് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അപ്പോൾ എന്ത് വരും, -√3x പ്ലസ് -8 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും, +8 ആവും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. സാർ ഇതിങ്ങനെ ഇന്റർസെപ്റ്റ് ഫോമായി, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമായി mx + c. സോ ഇവിടെ സ്ലോപ്പ് എത്രയാണ്, -. ഇവിടെ സ്ലോപ്പ് എത്രയാണെന്നും ചോദിച്ചിട്ടില്ല, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ റെഡ്യൂസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. റെഡ്യൂസ് ദ ഇക്വേഷൻ ഇൻടു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. നോക്കി mx + c എന്ന് പറയുന്ന പാറ്റേണിലോട്ട് നമ്മൾ കൊണ്ടുപോയി. എക്സാമിന് ചോദിക്കട്ടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ, സാധ്യതയാണ്. ഇവിടെ അങ്ങനെ നുറുങ്ങ് ക്വസ്റ്റ്യൻ വരാം. നോക്കേ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അതേപോലെ ഇത് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഒക്കെ പാടെ പ്രാന്ത കൊണ്ടൊന്നും അറിയില്ല. ഇത് ഇന്റർസെപ്റ്റ് ഫോം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർസെപ്റ്റ് ഫോം ആണ്, എക്സ് ഇന്റർസെപ്റ്റ് y, അതായത് x/a + y/b = 1. ഇത് ഇന്റർസെപ്റ്റ് ഫോം. മറ്റേത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിൽ, ദാറ്റ് ഈസ് y = mx + c, ദാറ്റ് ഈസ് എ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ x/a + y/b പാറ്റേണിൽ നമ്മൾ ഇക്വേഷനിലോട്ട് എത്തിച്ച് അതേ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഈ ഇക്വേഷൻ നമ്മൾ തിരിച്ച് അങ്ങോട്ടാക്കുക. വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാം, ഇതിലോട്ടാക്കാനൊക്കെ പണിയില്ല. 2x - 3y അല്ലെ, ഈ +6 അങ്ങോട്ട് ചാടിയാൽ എന്താവും, -6 ആവും. അപ്പോൾ നിങ്ങൾ പറ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആക്കണം അല്ലേ. ഇപ്പോൾ എന്താ ഇന്റർസെപ്റ്റ് ഫോം പറഞ്ഞേ, x/a + y/b = 1 അല്ലേ. അപ്പോൾ മസ്റ്റ് ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, 1 ആണ്. മസ്റ്റ് 1 ആവണം. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 വരുള്ളൂ, -6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ മാക്സിന്റെ റൂൾ അവിടെ എഴുതി വെച്ചോ, ഡിവൈഡ് ബോത്ത് സൈഡ് ബൈ -6. അപ്പോൾ രണ്ട് സൈഡിൽ -6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറ എന്തൊക്കെ വരും. അപ്പോൾ ഡിവൈഡ് ബൈ -6 ഡിവൈഡ് ബൈ -6 ഡിവൈഡ് ബൈ -6 അല്ലേ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആവണം, അത് മസ്റ്റാ. അതിനാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തോ വാട്ടവർ, റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആവാൻ വേണ്ടി എന്തുകൊണ്ട് ഇവിടെ -6, അപ്പോൾ ത്രൂ ഔട്ട് -6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 6 കട്ടായി കഴിഞ്ഞാൽ എന്ത് വരും, x/, എന്ത് വരും, -3 വരും അല്ല. 2 6 3 വട്ടം ഈ മൈനസ് എന്താവും, പ്ലസ് ആവും. ഓൾറെഡി 3 6 എത്ര തവണ, y/2. ഓക്കെ. എടാ ഇനി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമായി, ഡയറക്റ്റ് ആൻസർ ആയി കേട്ടോ. ഇനി സപ്പോസ് ഏതെങ്കിലും എക്സിന്റെ കൂടെ ഏതെങ്കിലും നമ്പർ ഉണ്ടെന്ന് കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ആൻസർ ആയിട്ടോ, ആൻസർ വെരിഫൈഡ് ആണ്. നെക്സ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x/-3 + y, ഇത് ചില ആളുകൾ കൺഫ്യൂഷൻ വരും. ഇപ്പം ഇങ്ങനെയല്ലേ കിടന്നിനെ, ഇവിടെ പകരം ഇവിടെ ഇനി ഒരു ഇപ്പം a/b ഫോർമാറ്റിൽ ഇവിടെ ഒരു 4 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ 4നെ പിടിച്ച് മാറ്റാൻ ഇവിടേക്കല്ല മാറ്റേണ്ടത്, ഇതിനെ ഒന്നും കൂടെ പിടിച്ച് താത്താൻ പറ്റും. അതായത് എങ്ങനെ പിടിച്ച് താത്താം, ഇതിൻ്റെ ഡിവിഷനിലോട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ആവും ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതും എക്സ് ഇന്റർസെപ്റ്റ്, ഇത് y ഇന്റർസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ 5നെ പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, മനസ്സിലായി. അപ്പോൾ ഇവിടെ 4 ആണ്, 4നെ പിടിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇത് അഡീഷണലി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്പറിന് നേരെ ഡിനോമിനേറ്ററിൽ താത്താം. ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ ഇതിന് നേരെ ഡിനോമിനേറ്ററിലോട്ട് താത്താം. അങ്ങനെ വന്നാൽ മാത്രം കേട്ടോ. ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ്, ഇവിടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം കേട്ടോ. ഇവിടെ സിംപ്ലി അല്ലെ ഇന്റർസെപ്റ്റ് ഫോം അല്ല, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. സോ അല്ല, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. സോ y = mx + c കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻ നല്ല വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷനാണ്. സോ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എക്സാമിന് ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ പറ ക്വസ്റ്റ്യൻ നോക്കെ, 3x - 4y + 10 = 0. സോ y = mx + c ആക്കുക എന്നുള്ളതാണ്. -4y അങ്ങോട്ട് കൊണ്ടുപോയിക്കും, അപ്പോൾ +4y. കാരണം y = ആക്കേണ്ടത്. അപ്പോൾ -4y പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഓൾറെഡി 3x ഇവിടെ ഉണ്ട്, ഓൾറെഡി ഇവിടെ 10 ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. സോ അപ്പോൾ 4y എന്ത് കിട്ടിയടാ, 4y = 3x + 10 കിട്ടി. സോ y = ആക്കണം അല്ലെ, y = mx + c ആണ്. സോ 3x + 10/4 വരും അല്ലെ. ഈ 4 നമുക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ എഴുതിക്കോ. ഇവിടെ × 4 അത് എല്ലായിടത്തേക്കും പോകും. 3x/4 + 10/4. സോ വാട്ട് ഈസ് ദ ആൻസർ, ആൻസർ ഈസ് ഓവർ. ഇത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ 10/4 വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 5/2 കിട്ടും. സോ ദിസ് ഓഫ് ആൻസർ y = mx + c. സോ നിങ്ങൾ നോക്കി ഇതെങ്ങനെ സാറേ y = mx + ആണ്ട, y = mx + c. m ഹിയർ എത്രയാണ്, m ഒന്നും എഴുതിയെടുക്കൊന്നും വേണ്ട, 3/4. ഞാൻ ചുമ്മാ എഴുതിയാണ് 5/2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ജസ്റ്റ് ഇതുവരെ എഴുതേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ്, വാട്ട് ഈസ് സ്ലോപ്പ് ഹിയർ, mx + c നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ ചോദിച്ചല്ലേ. m = എത്ര കിട്ടിയടാ,
3/4 ഈസ് ദ സ്ലോപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചാവുന്ന കാര്യമുള്ളൂ കേട്ടോ. y = mx+c ആണ് ജനറൽ ഫോർമാറ്റ്. അത് പ്രകാരം സ്ലോപ്പ് m എത്രയാണ് 3/4 ആണ്. പിന്നെ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാണാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, +10 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല പഠിക്കാം. അതൊന്നും വേണ്ട. വൺസ് ഒരൊറ്റ ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ പിന്നെ കുറേ ഫോർമുല പഠിക്കണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഫോർമുല എന്താണ്, മൈനസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കണം. പക്ഷെ അത് വേണ്ട മക്കളെ. ഒറ്റ മെത്തേഡ് പഠിച്ചു വെക്കുക, ആൻസർ ചെയ്യാം. അതിൻ്റെ ഇങ്ങനെ റിസ്ക് ആവും നിങ്ങൾക്കല്ലോ. ഓക്കെ, +10 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവിടെ -10. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും പറ, -10 കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യും, -10 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. -10 വെട്ടി കഴിഞ്ഞാൽ 1. അപ്പോൾ നിങ്ങൾ പറ ഇനി ഈ 3യുടെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ 3യും മൈനസ് ഇത് കട്ടാവില്ലല്ലോ. ഈ എക്സ് ഇതാണ് ഞാൻ പറഞ്ഞു, ഈ 3നെ പിടിച്ച് താത്തണം എന്ന് പറഞ്ഞു. -3 അല്ലേ, -10/3. ഈ മൈനസ് മൈനസ് എന്തായി, പ്ലസ് ആയി. സോ y = ഈ 4നെ പിടിച്ച് താത്തിക്കോ. താത്തിയതിന് ശേഷം സിംപ്ലിഫൈ ചെയ്തോ. -10 ആ മൈനസ് മൈനസ് പ്ലസ് ആയല്ലോ. അപ്പോൾ ഞാൻ അവിടെ എന്തുള്ളൂ, 10/4 ഉള്ളൂ അല്ലേ. അപ്പോൾ 10/4 വെട്ടുക, x/-10/3 പ്ലസ് 10/4 വെട്ടി കഴിഞ്ഞാൽ എത്ര വേണം, 10 അല്ലേ. പകുതി എഴുതിയാൽ പോരെ, 5/2 എഴുതിയാൽ പോരെ, = 1. ദിസ് ഈസ് ദി സ്ലോപ്പ് ഇന്റർസെപ്റ്റ്. ക്വസ്റ്റ്യനിൽ എന്താണ് എക്സ് ഇന്റർസെപ്റ്റ് എത്ര, വൈ ഇന്റർസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതിക്കോ. ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ് കേട്ടോ. therefore എക്സ് ഇന്റർസെപ്റ്റ് സമം -10/3. സോ അതുപോലെ വൈ ഇന്റർസെപ്റ്റ് സമം എത്രടാ, 5/2. സെപ്പറേറ്റ് എഴുതി എടുത്തോ കേട്ടോ. ഇതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് എന്താ, വൈ ഇന്റർസെപ്റ്റ് എന്താണെന്ന് എഴുതാം. നിങ്ങൾ സ്കൂളിലൊക്കെ ഇതിനൊക്കെ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. അത് ഫോർമുല വേണ്ടടാ, ഒരൊറ്റ ആശയത്തിന്റെ അണ്ടറിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം വളരെ ഫ്രീ ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. എടാ, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ലൈൻ, അതായത് ഒരു പോയിന്റിൽ നിന്നും ഒരു ലൈനിലോട്ടുള്ള അകലം. ദിസ് ഇസ് ലൈൻ, ഒരു പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലോട്ടുള്ള അകലം. അപ്പോൾ നമുക്ക് ജനറലി നമുക്ക് എന്ത് തരുടാ, x1 y1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തരും. ജനറലി ഒരു ലൈനിന്റെ ഇക്വേഷൻ തരും. ജനറലി നമ്മൾ ലൈൻ എന്താ, x + by അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് തരുടാ, ax1 + by1 + c = 0. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. ഇത് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ, ഒരു പോയിന്റ് ടു ലൈൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ഫോർമുല ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞത്. മനസ്സിലായ സാർ? ഇപ്പോൾ മാത്രം എന്താ ലൈനിന്റെ ഇക്വേഷൻ മക്കളെ, ഇത് അങ്ങനെ ലൈനിന്റെ ഇക്വേഷൻ പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, സോ ജനറലി നമുക്കത് ഇവിടെ കാണിക്കാം, ക്വസ്റ്റ്യനിൽ കാണിക്കാം. ഇപ്പം എന്താ സാറേ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് 3, -3 ഫ്രം ദ ലൈൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ കൃത്യമായി മനസ്സിലായി. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈനിന്റെ ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം വായിച്ചോളാം. ലൈനിന്റെ ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് 3, -3 ഫ്രം ദ ലൈൻ. ഒരു ലൈനിൽ നിന്നും ഒരു പോയിന്റിലോട്ടുള്ള അകലം എത്ര, ഡിസ്റ്റൻസ് എത്ര, ഇത് കാണാൻ വേണ്ടി ഫോർമുല ഉണ്ടാ. അപ്പോൾ നിങ്ങൾ ജനറലി എന്ത് ചെയ്യുക, ഇതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ പഠിക്കുക. ആ ലൈന് ജനറലി ax + by + c = 0 എന്നുള്ളത് പഠിക്കാം. നമുക്ക് തന്ന പോയിന്റ് നമ്മൾ എന്തായിട്ട് പഠിക്കാം, x1 y1 ആയിട്ട് പഠിക്കാം. നമുക്ക് തന്ന പോയിന്റ് എന്തായിട്ട് പഠിക്കണം, x1 y1. ഇതാണ് ഇതിന്റെ ഫോർമുല. ഫോർമുലേറ്റിലോട്ടാണ് പോകുന്നത്. സോ ഇതിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ഈക്വൽ ടു അകലം ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ പഠിച്ചോ, ax1 + by1 + c അതിന്റെ മോഡ് ഓൾ ഡിവൈഡഡ് ബൈ √a² + b². ഈ ഫോർമുല കാണാതെ പഠിക്കാം. ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള സ്കില്ല് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഫോർമുല പഠിക്കാം. അപ്പോൾ ജനറലി നമുക്ക് സ്ട്രേറ്റ് ലൈൻ ax + by + c = 0 എന്ന് നമുക്കറിയാം. ഒരു പോയിന്റ് ജനറലി x1 y1 എന്ന് കൊടുക്കുക. അപ്പോൾ ഫോർമുല എന്താണ്, ax1 + by1 + c = ഡിവൈഡഡ് ബൈ എന്തിനാ മോഡുലസ്, അകലം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ മോഡുലസ് കൊടുത്തിട്ടുള്ളത്. ന്യൂമറേറ്റർ മാത്രമേ മോഡുള്ളൂ, കാരണം ഇവിടെ നെഗറ്റീവ് വരില്ലല്ലോ, സ്ക്വയർ ചെയ്താലൊക്കെ പോസിറ്റീവ് വാല്യൂലേ വരുള്ളൂ. സോ നമുക്ക് എയും ബിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എക്സിന്റെ കൂടെയുള്ള ആളാണ് നമ്മൾ എ. അപ്പോൾ എ ഐഡന്റിഫൈ ചെയ്യുക, എ എത്രയുടെ 3. സോ ബി എത്ര, ക്യാപിറ്റൽ എത്ര, ബി എത്ര, -4. സൈൻ കൊടുക്കണം വേണം എടുക്കാൻ കേട്ടോ, -4. സി സെപ്പറേറ്റ് നോക്കുക, സൈൻ കൊടുക്കണം വേണം എടുക്കാൻ. സി എത്രയാണ്, -26. ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാം. ഫോർമാറ്റിൽ അപ്ലൈ ചെയ്തോ. സോ ax1, വാട്ട് ഈസ് ദ ആൻസർ, ഡിസ്റ്റൻസ് d = ax1, a എത്രയാണ് 3 അല്ലെ, x1 എത്രയാണ് 3 × 3. ഞാൻ 3 × 3 സ്റ്റെപ്പായിട്ട് എഴുതിക്കോ, 3 × 3 പ്ലസ് by1 -4 × y1 എത്രയാണ് -3. ഓക്കെ, പ്ലസ് c, വാട്ട് ഈസ് c ഹിയർ, -26 അല്ലെ. ഓൾ ഡിവൈഡ് ബൈ √a² + b². 3² + b² എത്രയാണ്, -4 2. സോ ഫൈനലി d = 3 × 3 9 പ്ലസ് -4 × -3 12 പ്ലസ് മൈനസ് വന്ന -26 ഓൾ ഡിവൈഡ് ബൈ 3² + 9 എന്താ 9 + 16 വരും. ഓക്കെ,
സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കിട്ടുന്ന ആൻസർ മോഡ് -5 കിട്ടും കേട്ടോ. അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുക്കും കേട്ടോ. √25 കിട്ടും. എടാ മോഡ് -5 എന്ന് പറഞ്ഞാൽ 5 അല്ലെ, മോഡ്ലെസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്ര? അപ്പോൾ ഒരു യൂണിറ്റ് ആണ് എന്ത് വരുന്നത്, അതിന് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. അകലമായത് കൊണ്ട് യൂണിറ്റ് എക്സാമിന് ഓർമ്മ വരാണെങ്കിൽ എഴുതി കേട്ടോ. ഒരു യൂണിറ്റ് ആണ് എന്ത് വരുന്നത്, ഡിസ്റ്റൻസ് വരുന്നത്. ഇത് ജസ്റ്റ് ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മാത്രം മതി. എടാ കഴിയാറായിട്ടാ. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഫ്രം ദ ഒറിജിൻ. എടാ അപ്പോൾ ഇവിടുത്തെ സെയിം കോൺസെപ്റ്റ് തന്നെ x1 y1 ഒറിജിൻ എന്ന് പറയുമ്പോൾ അല്ലെ നമുക്കറിയാം ഇതാണ് ഒറിജിൻ എന്താ 0 0. അപ്പോൾ നമ്മുടെ x1 y1 എന്താടാ 0 0 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ ഫോർമുല ഡിസ്റ്റൻസ് d = ax1 + by1 + c √a² + b². നോക്കിയൊക്കെ ഇപ്പോൾ ഇതിൽ x1 y1 0 അല്ലേ, അപ്പോൾ നിങ്ങൾ c ഇത് രണ്ടും കട്ടായി പോയില്ല ഇവിടെ, ഇതും 0 ഇതും 0. അപ്പോൾ ഒബ്വിയസ്ലി മൊത്തം എന്തായി, ആ രണ്ട് ടേം കട്ടായി. അപ്പോൾ നമുക്ക് ആകെ മാത്രമേ വരുള്ളൂ, സി മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് സി ഹിയർ +2 അല്ല 2, അത്ര വലിപ്പൊന്നും വേണ്ട. അപ്പോൾ സി മാത്രമേ ഇങ്ങനെ വരുള്ളൂ. √a² b² ഓൾറെഡി ഉണ്ട്. എന്താണ് 3² + -4². അപ്പോൾ 2 തന്നെ വരിക. √25 കിട്ടും. സോ 2 എന്ത് കിട്ടും? 5. 2/5 ആണ് എന്ത് വരിക, ആൻസർ കിട്ടുക. നമുക്ക് ഓൾറെഡി നിങ്ങൾ കണക്ട് ചെയ്ത് ചെയ്തോ. ഓക്കെ 37 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻ. എടാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൈൻ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, 2 പാരലൈൻ ഏട്ടാ, ഇത് ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൈൻസ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു പോകാന്നുള്ളൂ. ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൈൻസ്. എടാ എക്സും വൈ രണ്ടിന് പാരലൈൻസ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. നോക്കി ഇവിടെയുള്ള എക്സും ഇവിടെയുള്ള എക്സും സെയിമാണ്, ഇവിടെയുള്ള വൈയും ഇവിടെയുള്ള വൈ സെയിമാണ്. ആര് മാത്രമേ വ്യത്യാസമുള്ളൂ? ഫസ്റ്റത്തെ കോൺസ്റ്റന്റ് x + by + കോൺസ്റ്റന്റ്. ഫസ്റ്റത്തെ C1 എന്ന് വിളിക്കാം 5, രണ്ടാമത്തെ C2 കൊടുക്കാം 7. ഇവർ തമ്മിൽ മാത്രമേ എന്തുള്ളൂടാ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫോർമുല ഇത് തന്നെ C2 - C1 √a² + s അല്ലേ. നമ്മൾ നേരത്തെ സെയിം ഫോർമുല, നേരത്തെ അതേ ഫോർമുല മുകളിൽ നിങ്ങൾ എന്ത് പഠിക്കാം, C2 - C1 ഇവരുടെ വ്യത്യാസം സെക്കൻഡ് - ഫസ്റ്റ് കേട്ടോ. C2 - C1 അതിനാണ് മോഡുലസ് കൊടുത്തിരിക്കുന്നത്. ഇനി C1 - C2 എന്ന് പറഞ്ഞാൽ മോഡുലസ് വരുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോളും കേട്ടോ. അതുപോലെ √ എന്ത് വരും, നേരത്തെ അതേപോലെ തന്നെ സെയിം a² + b². സോ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻസ് ആണ് മോഡുലസ് C2 - C1 ഡിവൈഡ് ബൈ √a² + b². ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തോടാ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നുള്ളൂ. ഇതൊക്കെ എക്സാമിന് വരുമോന്ന് അറിയില്ല, ഒരു സാധ്യത 7 - 5 കാരണം അത്രയും സിമ്പിൾ അല്ലേ ഇത്. a² + b². എക്ക് എന്താ അറിയാലോ, 3² + 4². സോ സിംപ്ലിഫൈ 7 - 5. സോ 2/5 തന്നെ √25 5. ഓക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എടാ സി ഇത്രയേ ഉള്ളൂടാ ടോപ്പിക്. സി വലിയ ലെങ്ത് ആയി എന്ന് എനിക്കറിയാം, ലാസ്റ്റ് സമയമാണ്, നിമിഷമാണെന്നൊക്കെ എനിക്കറിയാം. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഈ പറഞ്ഞ കാര്യം ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് വരുന്ന ഒരു ഒട്ടുമിക്ക, ഞാൻ പറയും 99.9% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താ പറയുക 1 ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ അവർ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം അത്രയും ലെങ്തി ചാപ്റ്റർ ആണിത്. നമ്മളിപ്പോൾ 35 എത്ര ക്വസ്റ്റ്യൻ 24 ക്വസ്റ്റ്യൻസ്, ഇതിന് വേണമെങ്കിൽ 50 ക്വസ്റ്റ്യൻസുകൾ ഇനിയും ചെയ്യാൻ പറ്റും. പക്ഷേ മെജോറിറ്റി മെയിൻ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത് ധാരാളം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ സ്കൂളിൽ വല്ല നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ചെയ്തോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നോട്ടും ഇല്ല, ഒരു കാര്യമായിട്ട് ഒരു ഐഡിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം നന്നായി വർക്കൗട്ട് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. കൂടുതൽ വീഡിയോസ് വരും. ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കല്ലേ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ് ഈ സ്ട്രൈറ്റ് ലൈനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അയക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ, അത് നോക്കിക്കോളാം. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അറിയും. ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു എറർ ഫ്രീ ആണ്, ഒറ്റ എറർ വന്നിട്ടുണ്ടാവില്ല, കാരണം ഞാൻ നോട്ട്സ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ ബൈ.